ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞു നിർത്തിയതായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയൊക്കെ വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പരീശന്മാരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരായിരിക്കണമെന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ചും പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ശാസ്ത്രിമാരിൽ നിന്ന് നമ്മളെങ്ങനെ വ്യത്യസ്തരായിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവപൂർണമായ ദൈവികമായ ഒരു ജീവിതം ജീവിക്കുന്നതെന്നാണ്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആംസ് ഗിവിങ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് പ്രെയർ, ഫാസ്റ്റിംഗ് എന്നിങ്ങനെയുള്ള സ്പിരിച്വൽ ഡിസിപ്ലിൻസിൽ, അതായത് ദൈവിക ബന്ധത്തിൽ നമ്മൾ നമ്മളുടെ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്രകാരം നമ്മൾ സ്വർഗസ്ഥ പിതാവ് പ്യുവർ ആയിരിക്കുന്നത് പോലെ, സൽഗുണപൂർണനായിരിക്കുന്ന പോലെ, നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ എങ്ങനെ സൽഗുണപൂർണനാകണം? ദൈവിക ബന്ധത്തിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്ക് ആരെ കയറ്റി വെക്കാൻ പാടില്ല? മനുഷ്യനെ കയറ്റി വെക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉപവാസത്തിലെ പ്രകടനാത്മകമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഉപവാസം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. സ്പിരിച്വൽ ഡിസിപ്ലിൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് ഒരുക്കി കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇന്നലെ റിച്ചാർഡ് ഫോസ്റ്റർ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുമല്ലോ, ഇറ്റ്സ് ലൈക്ക് എ റിഡ്ജ്. റിഡ്ജിൻ്റെ പ്രശ്നം എന്താണ്? കടൽപ്പാലം. കടൽപ്പാലത്തിൻ്റെ പ്രശ്നം രണ്ട് സൈഡിലും എന്താണ്? കടലാണ്. നമ്മൾ ഇന്നലെ പാപത്തിൻ്റെ കടലിൽ കിടക്കുകയായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, നേരെ അപ്പുറത്തൊരു കടലുണ്ട്. എന്ത്? സെൽഫ് റൈച്ചിയസ്നെസ്സിൻ്റെ, ഞാൻ വലിയ കുഴപ്പക്കാരനല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സെൽഫ് റൈച്ചിയസ്നെസ്സിൻ്റെ ഒരു കടലുണ്ട്. ആ കടലിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഈ ദൈവികമായ ശിക്ഷണത്തിൻ്റെ, ഡിസിപ്ലിൻ്റെ, ഗാഡ്ലി ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ, അതിനകത്ത് നമ്മൾ കയറി നിൽക്കണം. കാര്യം ദൈവികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞ് കിട്ടുന്നത് എപ്പോഴൊക്കെ നമ്മൾ ഈ ഡിസിപ്ലിൻ്റെ ഈ റിഡ്ജിനകത്തേക്ക് കയറി നിൽക്കുന്നു അപ്പോഴാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയും വചനപഠനവും ഉപവാസവും ഇൻവേർഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ്, ഔട്ട്വേർഡ് ഡിസിപ്ലിൻസ്, എവ്രി കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻസിൻ്റെ പ്രത്യേകത. അത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഉപവാസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതായ എല്ലാ അധമ വികാരങ്ങളെയും പുറത്തു കൊണ്ടുവരികയും ദൈവാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെയൊക്കെ തപിപ്പിച്ച് കളയുന്ന ആത്മതപനം എന്ന് പറയുന്ന ആ സ്പിരിച്വൽ ഡിസിപ്ലിനിലേക്ക് നമ്മൾ വരികയാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു ലെവലിലേക്ക് നമ്മൾ കയറുകയാണ്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ തന്നെ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നോക്കുക, ഇവിടെ നമ്മളുടെ ഹാർട്ടിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. നമ്മളുടെ ഹൃദയം, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ നിക്ഷേപം എവിടെ ആയിരിക്കണം? എവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? എല്ലാവരും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ ആയിരിക്കണം എന്ന് ശിഷ്യനോട് കർത്താവ് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷണം പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല. ഗിരിപ്രഭാഷണം രാഷ്ട്രമീമാംസകർക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യം അതാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ രാഷ്ട്രീയക്കാരന് ഉരുവിടുമെങ്കിലും ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ളതല്ല. രാഷ്ട്രീയക്കാരൻ അങ്ങനെ ജീവിക്കാൻ കഴിയുമില്ല. ഗാന്ധിജി നിശ്ചയിച്ചാലും അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എയർപ്ലെയിന് ലൈഫ് ഇല്ലാത്തതുപോലെ, എയർപ്ലെയിൻ പറക്കണമെങ്കിൽ യന്ത്രം ഘടിപ്പിച്ചാലേ പറ്റുള്ളൂ. യന്ത്രം ഘടിപ്പിച്ച് അധികം നാൾ പറക്കാൻ പറ്റുകയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഫ്യൂല് തീർന്നു പോകും, പ്രശ്നമാണ്. പക്ഷെ പക്ഷി അങ്ങനെയല്ല. പക്ഷിക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവികമായ ജീവൻ പ്രാപിക്കാത്ത ഒരാൾക്കും ഇത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവികമായ ജീവൻ പ്രാപിച്ച യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്തായിരിക്കണം? അവൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് നടത്തേണ്ടത്? അവൻ്റെ പാഷൻ. ഇൻവെസ്റ്റ്മെന്റും പാഷനും നമ്മളിൽ ഒത്തിരി റിലേറ്റഡ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹാർട്ട് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിനോട് ചേർന്ന് പറയാണ്, നിന്റെ നിക്ഷേപം അല്ലെങ്കിൽ നിന്റെ ഹൃദയം റൈറ്റ് പ്ലേസിലായിരിക്കണമെങ്കിൽ, നിന്റെ ഹൃദയം അവിടെ ആകണമെങ്കിൽ നിന്റെ നിക്ഷേപവും അവിടെ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന നിക്ഷേപങ്ങൾ അവിടെ പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. ഭൂമിയിലെ നിക്ഷേപത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. അത് നഷ്ടപ്പെട്ടു പോകും. എത്ര പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോകും. എത്രയോ ആളുകൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചു. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും
ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യും. സംഭവം ഇതിന്റെ ഒരു അത് പൊക്കോണ്ടേയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. റീസെന്റ് സംതിങ് ഹാപ്പൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടന്നു. പണ്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണെങ്കിലും ബ്രിട്ടീഷ് രാജ്യം അല്ലെങ്കിൽ നേഷൻ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരണം ഏൽപ്പിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആരാണെന്നറിയാമോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അറിയാമല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഭരിച്ച് അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവർ പാപ്പരായിപ്പോയി. ഇപ്പൊ ഇന്ത്യക്കാരനായ ഒരുത്തൻ മെത്ത ഓർ മോഡി, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ഹി ബോട്ട് ദാറ്റ് കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യക്കാരൻ വിലയ്ക്ക് വാങ്ങിച്ചു. അവൻ പറഞ്ഞു, നഷ്ടമായി പോയി, എന്നാലും വേണ്ടുകയില്ല, നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നവനല്ലേ, നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെന്ന് വെച്ച് വാങ്ങിച്ചതാണെന്ന്. നഷ്ടമായി പോയി, കാര്യം അത് വാങ്ങിക്കാൻ തക്കവണ്ണമുള്ള വിലയൊന്നും അതിന് ഇല്ല, പിന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചു. നോക്ക്, എവിടെയാണ് നമ്മൾ നിക്ഷേപങ്ങൾ സ്വരൂപിച്ച ഇത് നിലനിൽക്കുന്നതല്ല. എന്ത് കാര്യങ്ങളും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നതായ കാര്യം, നഷ്ടപ്പെടുന്ന ഒരു സമ്പാദ്യം, അതിനകത്ത് നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും എന്ത് സംഭവിച്ചിരിക്കും? അത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത സ്വർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചു കൊള്ളുവേൻ. അപ്പോൾ നഷ്ടപ്പെടാത്ത ഒരു സമ്പത്ത് എന്ന് പറയുന്നത്, അവിടെ നഷ്ടപ്പെടുന്ന സമ്പത്തും നഷ്ടപ്പെടാത്ത സമ്പത്തും. നഷ്ടപ്പെടാത്ത സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഇൻ ഹെവൻ ഓർ ഇൻ ഇറ്റേണിറ്റി, അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? അത് നഷ്ടപ്പെട്ടു പോകുന്നു. നഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. എവിടെയുള്ള കാര്യം? സ്വർഗത്തിൽ ഉള്ളതായ അഥവാ നിത്യതയിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മളതിന്റെ 12-ാം അധ്യായത്തിൽ ശരിക്കും ഒരു ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന അതിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, അതിന് മുമ്പാണ് ആ ഉപമ നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഉപമയോട് ചേർന്ന് കർത്താവ് പറയുന്ന വാക്യം 21-ാമത്തെ വാക്യത്തിൽ, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. അപ്പോൾ ദൈവവിഷയമായി സമ്പന്നനാവുക എന്നുള്ളതാണ് പ്രധാനം. ഭൂമിയിൽ സമ്പന്നനാവുക എന്നുള്ളതല്ല. എവിടെ സമ്പന്നനാകണം? ദൈവവിഷയമായി. കാര്യം ഭൂമിയിൽ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഉപമ പറഞ്ഞിട്ട് അത് പറയുന്നത്, അവന്റെ കൃഷിയൊക്കെയും വളരെ അധികമായി കഴിഞ്ഞപ്പോൾ ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് വേണ്ടി അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക എന്ന് പറയും. ദൈവം അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് ചോദിച്ചു. നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മൾ പലപ്പോഴും ഈ വാക്യം മതിലയിലൊക്കെ എഴുതി വെച്ചിട്ട് ഒക്കെ വായിച്ചിട്ടുണ്ട്. എന്നാ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കുമെന്ന് ചോദിക്കുന്നത് തെറ്റൊന്നും ഇല്ലെങ്കിലും വാക്യം അങ്ങനെ അല്ല കേട്ടോ. വാക്യം കുറച്ച് ഡിഫറൻറ്റാ. വാക്യം എന്താ? വാക്യം ഇന്ന് നീ മരിച്ചാൽ നീ കൂട്ടിവെച്ചത് ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നാ. കാര്യം എന്നറിയാമോ? കർത്താവ് അവനോട് അങ്ങനെ ചോദിക്കാൻ കാര്യം മറ്റൊന്നുമല്ല, അവന് നിത്യതയെക്കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ല. അവൻ ഒരിക്കലും ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് വെച്ചൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നവനൊന്നുമല്ല. അവന്റെ മനസ്സിൽ ആകെ ഒറ്റ ഒരു കൺസേണേ ഉള്ളൂ. എന്താ? ഈ കൂട്ടിവെച്ചത്. കാര്യം എന്താണെന്നറിയാമോ? അവന്റെ ഹൃദയം ടോട്ടലി എവിടെ മാത്രമാണ്? അവന്റെ ഹൃദയത്തിന്റെ കോണിൽ പോലും നിത്യതയെക്കുറിച്ച് അവനൊരു കാഴ്ചപ്പാടൊന്നുമില്ല. അവനൊരു ബോധറേഷൻ ഇല്ല. പക്ഷെ അവന്റെ മനസ്സിൽ വലിയൊരു ബോധറേഷൻ ഉണ്ട്. എന്ത്? ഞാൻ ഈ കൂട്ടിവെച്ചത്. കാര്യം അവന്റെ ഹൃദയം മുഴുവൻ എവിടെയാണ് ഇരിക്കുന്നത്? അവന്റെ സമ്പത്തിന്മേലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് വരുന്നത് എന്താണ്? ഒന്ന്, തനിക്ക് തന്നെ നിക്ഷേപിക്കുക. രണ്ട്, ദൈവവിഷയമായി സമ്പന്നനാവുക. ഇതിനകത്തു നിന്നൊരു ചോയ്സ് നമുക്കും എപ്പോഴും ഉള്ള കാര്യമാണ്. അത് വലിയ ധനികരുടെ കാര്യമൊന്നുമല്ല. ഏറ്റവും ചെറിയ ആളുകൾ മുതൽ ഏറ്റവും വലിയ ആളുകൾ വരെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എവിടെയാണ് നമ്മളുടെ നിക്ഷേപങ്ങളെ നടത്തുന്നത്? അത് എനിക്ക് വേണ്ടി തന്നെയാണോ അതോ ദൈവവിഷയമായാണോ? എനിക്ക് വേണ്ടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ ദൈവവിഷയമായിട്ടാണോ? നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയുള്ളത് മതിയല്ലോ, ഇന്നത്തേക്കോ അല്ലെങ്കിൽ ഒരു നിയർ ഫ്യൂച്ചറിന് വേണ്ടി മതി. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പോലുമല്ല, അതിനപ്പുറത്ത് ഒരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, there are no pockets in a shrewd. ശവക്കച്ചയിൽ പോക്കറ്റുകളില്ല. ശവക്കച്ചയിൽ എന്തില്ല? പോക്കറ്റില്ല. അത് നിങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോൾ പോക്കറ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ പോക്കറ്റിലും കാശൊക്കെ കിടപ്പുണ്ട്. ഒരു പോക്കറ്റ് ഉണ്ട്. കാര്യം എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്. പക്ഷെ ശവക്കച്ചയിൽ എന്തില്ല? പോക്കറ്റുകളില്ല. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ആർക്കും
കഴിയത്തില്ല. അതിവിടെ നശിച്ചു പോകുന്നതാണ്, ഇവിടെ ഇല്ലാതെയായി പോകുന്നതാണ്. അപ്പോൾ നഷ്ടപ്പെടാത്ത സമ്പാദ്യം എന്ന് പറയുന്നത് എവിടെയുള്ള സമ്പാദ്യം മാത്രമേ ഉള്ളൂ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമി നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാതിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചുകൊള്ളുവിൻ. സ്വർഗ്ഗത്തിലെ നിക്ഷേപം മാത്രമേ നഷ്ടപ്പെടാത്തതായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് സ്വർഗ്ഗത്തിലെ നിക്ഷേപം ഉണ്ടാക്കുന്നതെന്ന്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. നഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. നഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന്, സ്വർഗ്ഗത്തിലെ നിക്ഷേപം നഷ്ടപ്പെടത്തില്ല. രണ്ടാമത് മറ്റൊരു കാര്യം നഷ്ടപ്പെടാത്തതായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു വേദഭാഗമാണത്. മാർത്തയും മറിയയും തമ്മിലുള്ള ബന്ധത്തിൽ മാർത്ത വളരെയേറെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും മറിയ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. മാർത്ത നല്ല ശുശ്രൂഷ ചെയ്തത് ഒരു സംശയമില്ല. കാര്യം കർത്താവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണ്ടേ, പട്ടിണി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. So she was doing a very good job. I have no problem with that. And of course, എല്ലാവർക്കും വല്ലതും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് കേട്ടോ. അതൊരു മോശം കാര്യമൊന്നുമല്ല. ഇറ്റ്സ് ഗുഡ്. അത് കർത്താവിന് വേണ്ടിയാണെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടിയാണെങ്കിലും ഭിക്ഷക്കാർക്ക് വേണ്ടിയാണെങ്കിലും എല്ലാം ഒരുപോലെ കാണണം. കാര്യം ഈ ചെറിയവരിൽ ഒരുത്തരം ചെയ്യുന്നത് ആർക്ക് ചെയ്തിരിക്കുന്നു? എനിക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം ഒരു ഭിക്ഷക്കാരന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതും കർത്താവിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതും എല്ലാം കർത്താവ് ഒരുപോലെയാണ് കണക്കാക്കുന്നത്. നമുക്ക് വ്യത്യാസമുണ്ടെങ്കിലും. ഞാൻ പറഞ്ഞത്, മാർത്ത ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ്. പക്ഷേ അവൾ ശുശ്രൂഷയാൽ എന്ത് ചെയ്തു പോയി? അവൾ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അവൾ അവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ? ഇപ്പൊ കുറ്റക്കാരനാരായി? കർത്താവെ, അവളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ, അവളെ കൂടെ കുഴയാൻ വിടാനാ പറയുന്നത്. അല്ലാതെ അവളെ കൂടെ പണിയെടുക്കാൻ വിടാൻ പറയുന്നതിനേക്കാളും കഷ്ടമാണെന്ത്? ഞാനോ കുഴഞ്ഞു, ഇനി അവളെ കൂടെ കുഴയാൻ വിടാനായിട്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, തമാശയായിട്ട് പറയാറുമുണ്ട്, ഈ കുഴഞ്ഞു കിടക്കുന്നവർക്ക് എല്ലാവരും ഈ കുഴച്ചിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. നരകത്തിൽ കിടക്കുന്നവർ എല്ലാവരും നരകത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഈ ലാസറിന്റെയും ധനവാന്റെയും സ്റ്റോറി പറയുമ്പോഴും ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? കർത്താവെ, ഞാനിവിടെ കഷ്ടപ്പെടുക, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, എനിക്ക് അവൻ്റെ ആ ലാസറിന്റെ വിരല് വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി വെള്ളം, അതുകൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് വിടണമെന്ന്. അപ്പം അവൻ്റെ മനസ്സിൽ ഇച്ചിരി വെള്ളം കിട്ടണമെന്നുള്ളതല്ല, അതിനും അവൻ അസൂയ. അവിടെ എന്നാണെന്നറിയാമോ? ഇവൻ കണ്ടില്ലയോ കയറി സ്വർഗത്തിൽ കയറിയിരിക്കുന്നത്? അങ്ങനെ ഇരുന്നങ്ങ് സൂഹിക്കണ്ട. ഇനി അബ്രഹാം പിതാവിനോട് എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ ലാസറിനെ എവിടെ കൊണ്ടുവരണമെന്ന് അവൻ്റെ ആഗ്രഹം? നരകത്തിൽ കൊണ്ടുവരണമെന്ന്. അതാവും പറഞ്ഞ ലാസറിനെ ഇങ്ങോട്ട് വിടാൻ. അബ്രഹാം പറഞ്ഞു, അത് നടക്കത്തില്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് ഇവനെ നിനക്ക് ഇങ്ങോട്ടോ ഇവൻ അങ്ങോട്ടോ വരാൻ പറ്റത്തില്ല. അപ്പോൾ അവനാകപ്പാടെ പ്രയാസമായി. വെള്ളം കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല. കാര്യം വെള്ളമല്ലായിരുന്നു അവൻ്റെ വിഷയം. എന്തോ ആയിരുന്നു? ലാസറിനെ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു. അത് നടക്കത്തില്ല. അപ്പോൾ അവനെ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ എന്നാ മാർഗം? അവൻ ചിന്തിച്ചു, നരകത്തിൽ കൊണ്ടുവന്നില്ലെങ്കിലും വേണ്ടിയല്ല, ഇവനെ ഭൂമിയിലെങ്കിലും പറഞ്ഞു വിടണം. അവൻ പറയുക, കർത്താവേ, എൻ്റെ സഹോദരന്മാർ കുറേ എണ്ണം അവിടെ ഉണ്ട്, അവന്മാരെല്ലാം ഭയങ്കര മോശക്കാരാ, അവന്മാരോട് പോയി സുവിശേഷം പറയാൻ നീ ഒരു കാര്യം ചെയ്യുക, ഈ ലാസറിനെ എങ്ങോട്ട് വിട? ഭൂമിയിലോട്ട് പറഞ്ഞു വിടാൻ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നരകത്തിലോട്ട് കൊണ്ടുപോകാൻ ആദ്യം പരിശ്രമിച്ചു. അത് പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം, ഭൂമിയിലോട്ടെങ്കിലും പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാശത്തിലേക്ക് പോകുന്നവൻ, കുഴഞ്ഞു പോകുന്നവൻ, ദൈവികതയിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും നമുക്ക് എപ്പോഴും നമ്മുടെ മറ്റുള്ളവരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും നമ്മുടെ ടെൻഡൻസി. ഇവിടെ മറിയയുടെ കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്ക് എന്താണ്? മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മേരി ഹാസ് ചോസൻ ദ ബെസ്റ്റ് പാർട്ട്. അവിടെ പറയുന്നത് നീ തിരഞ്ഞെടുത്തത് മോശമാണെന്നല്ല പറയുന്നത്, നീ തിരഞ്ഞെടുത്തത് കുഴപ്പമില്ലാത്തതാണെന്നാണ് പറയുന്നത്. But it is not the best. Why it is not the best? Mary has chosen the best part. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളോട് ആരും അപഹരിക്കയില്ല. അതുകൊണ്ടാണ് അത് ബെസ്റ്റ് ആകുന്നത്. അത് അവളോട് ആരും അപഹരിക്കത്തില്ല. അത് പറയുമ്പോൾ കർത്താവ് അവളോട് പറയുന്ന, മാർത്തയോട് പറയുന്ന കാര്യമുണ്ട്, നിന്റെ ശുശ്രൂഷ ഇപ്പം തന്നെ പോയല്ലോ. കാര്യം എന്താ? കുഴഞ്ഞു കഴിഞ്ഞാൽ പോയി. ഈ ശുശ്രൂഷയുടെ യാതൊരു ഗുണവും ഇനിയിപ്പം ഇല്ല. കാര്യം കുഴഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നൊന്നും ദൈവം കണക്കെടുത്തില്ല. കുഴഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കണക്കെടുത്തില്ല. അപ്പോൾ കുഴയുന്നതിന് മുമ്പേ പ്രാർത്ഥന ഒന്ന് നിർത്തുന്നത് നല്ലത്. ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ചിയർഫുൾ ആയിരിക്കണം. അതെന്ത് ചെയ്താലും ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ദൈവം എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. കുഴഞ്ഞു കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്തൊരു കാര്യമൊന്നുമില്ല. കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി നമുക്കതൊരു ബേർഡനായി, അത് കർത്താവിന് സങ്കടമേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇഫ് യു സെർവ് ദ ലോർഡ്, യു നീഡ് ടു സെർവ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട്.
അങ്ങനെ അവനെ സേവിക്കുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഇവിടെ പറയുന്നത് മേരി ഹാസ് ചോസൻ ദ ബെസ്റ്റ് പാർട്ട്. അത് അവളോട് ആരും അപഹരിക്കുകയില്ല. എന്തുകൊണ്ട് അപഹരിക്കത്തില്ല? അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം. എന്താണ് മേരി ചെയ്യുന്നത്? മാർത്ത ചെയ്യുന്നത് യേശുവിനെ സേവിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? മാർത്ത വാസ് സെർവിങ് ഗാഡ്, അല്ലേ? ഇറ്റ്സ് ട്രൂ. മാർത്ത വാസ് സെർവിങ് ഗാഡ്. ബട്ട് ഹൗ അബൌട്ട് മേരി? മേരി യേശുവിനെ സെർവ് ചെയ്യുകയല്ല. കാര്യം സെർവ് ചെയ്യുമ്പോൾ, ഞാൻ ഒരാളെ സെർവ് ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടണം. ഞാൻ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഞാൻ സെർവ് ചെയ്യുകയാണ്. എനിക്കല്ല ബെനഫിറ്റ് കിട്ടുന്നത്. ആർക്കാണ് കിട്ടുന്നത്? കുടിക്കുന്ന ആൾക്കാണ്. കുടിക്കുന്ന ആൾക്ക് വെള്ളം കിട്ടി, എനിക്ക് വെള്ളം കിട്ടിയില്ല, ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഐ ആം സെർവിങ് ദാറ്റ് പേഴ്സൺ. Martha was serving Christ, Jesus. You know why? Because she was preparing food for the Lord. It is not for herself. അവക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? യേശുവിന് വേണ്ടി. മറിയയോ? മറിയ കർത്താവിനെ സേവിക്കുകയല്ല. പിന്നെന്താ നടക്കുന്നത്? എന്താണ്? കർത്താവ് മറിയയെ സേവിക്കുകയാണ്. ജീസസ് വാസ് സെർവിങ് മേരി. You know why? Because Jesus was giving and Mary was receiving. You understand the difference? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ? മറിയ എന്ത് ചെയ്യാണ്? യേശുവിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അപ്പോൾ യേശുവിന് വേണ്ടി ചെയ്തത് നിലനിൽക്കുന്നില്ല, യേശുവിൽ നിന്ന് സ്വീകരിച്ചത് നിലനിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത് എപ്പോൾ മാത്രമാണെന്നറിയാമോ? നമ്മൾ ഭൂമിയിലുള്ളപ്പോഴാണ്. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യേശുവിനെ സേവിക്കുകയല്ല, സ്വർഗത്തിൽ യേശു നമ്മളെ സേവിക്കുകയാണ്. ഇൻ ഹെവൻ ജീസസ് സെർവ്സ് മീ. അവൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, അവൻ എന്നെ മാറോടണയ്ക്കും, അവൻ എനിക്ക് വിളക്കായിരിക്കും. യുനോ, ഹീ ഈസ് ഗിവിങ് ആൻഡ് ഗിവിങ്. ഐ എം ജസ്റ്റ് റിസീവിങ് ഇൻ ഹെവൻ. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്. നമ്മൾ ആരാധിച്ചാലൊന്നും കർത്താവിനെ സേവിക്കുമൊന്നുമല്ല. അതൊന്നും ആരും ചിന്തിക്കണ്ട. അതൊക്കെയാണ് കർത്താവിനുള്ള സേവ എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ബിക്കോസ് വെൻ യു വർഷിപ്പ് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ടു ഗാഡ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് വല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കാര്യം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്. ചിലപ്പോൾ ആളുകളൊക്കെ പാസ്റ്റർമാർ വന്ന് പറയുന്നത് കേട്ടുകൊണ്ട്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാ, സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ അവന്റെ സിംഹാസനം താഴെ വീഴുമെന്ന്. അങ്ങനെയൊന്നും പേടിച്ചൊന്നും ആരും സ്തുതിക്കൊന്നും വേണ്ട. അവന്റെ സിംഹാസനം ഒന്നും നിങ്ങൾ സ്തുതിച്ചില്ലെന്ന് പറഞ്ഞൊന്നും താഴെ വീഴത്തൊന്നുമില്ല. നിങ്ങളുടെ സ്തുതി ഒന്നും അല്ല അവനെ നിലനിർത്തുന്നത്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ ഹിസ് ലൈഫ്. ബിക്കോസ് ദ ബീയിങ്, ഹി കനോട്ട് ബി ചേഞ്ച്ഡ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവനെന്ത് വ്യത്യാസം? അവനൊരു വ്യത്യാസവുമില്ല. നമുക്കാണ് മനുഷ്യനായി പ്രശ്നമൊക്കെ. ആരെങ്കിലും നമ്മളെ പൊക്കി പറയുകയാണെങ്കിൽ, നമ്മളെ സ്തുതിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പൊങ്ങുമായിരിക്കും. പക്ഷേ യേശു അങ്ങനെ പൊങ്ങുന്ന ആളൊന്നുമല്ല, ഇല്ലേ? യേശുവിന് അങ്ങനത്തെ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ കർത്താവിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിനകത്ത് കാരണമുണ്ട്. യെസ്, വെൻ ഐ പ്രൈസ് സംബഡി, യു നോ വാട്ട് ഹാപ്പൻസ്? I accept a truth. You know what it is? The person whom I praise, he is somebody big. And when I am praising somebody, I accept the truth that I am nobody. ഞാൻ ആരുമല്ലെന്നും ഞാൻ സ്തുതിക്കുന്ന വ്യക്തി ഉന്നതനാണെന്നുള്ള തിരിച്ചറിവാണ്. അതാണ് വാസ്തവത്തിൽ ആരാധന. എന്തിനു വേണ്ടി ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് എനിക്ക് എന്താണ്? ഞാൻ എത്ര ബലഹീനനാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. When I worship God, I understand, I see how great God is. And I look at myself and I understand I'm nobody. എൻ്റെ ശൂന്യതയാണ് ആരാധനയിൽ ഞാൻ തിരിച്ചറിയുന്നത്. That helps me to humble myself. കാരണം കർത്താവിനെ അറിയും തോറും യുനോ ഞാൻ ചെറുതായി വരികയും അവൻ വലുതായി വരികയുമാണ്. അപ്പോൾ ആരാധനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ തന്നെ ഹംബിൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതാണ് ആരാധന. ഇതിനാണ് കർത്താവ് ആരാധന വെച്ചിരിക്കുന്നത് തന്നെ, നമ്മളെ തന്നെ ഹംബിൾ ചെയ്യാൻ, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട്. വി ആർ നോബഡി ബിഫോർ ഗാഡ്. ഞാൻ പറഞ്ഞത്, വെൻ യു വർഷിപ്പ് ഗാഡ് യു ആർ നോട്ട് സെർവിങ് ഗാഡ്. കാര്യം യേശുവിന് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ചെറിയവരിൽ ഒരുത്തനും ചെയ്തതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ കർത്താവിനെ സേവിക്കാനുള്ള മാർഗം. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യേശുവിന് പ്രയോജനപ്പെടണമെങ്കിൽ, അതാണല്ലോ, എനിക്ക് യേശുവിന് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? എനിക്ക് യേശുവിനുണ്ട് വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാഹിക്കുന്ന ഒരുത്തന് വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് യേശുവിന് കൊടുക്കുകയാണ്. സോ വെൻ ഐ am giving water to a person who is thirsty, or when I am feeding somebody who is starving, I am serving God. That is the only way to serve God.
നോ അതർ വേ. അത് മാത്രമേ ഉള്ളൂ ദൈവത്തെ സേവിക്കാനുള്ള മാർഗം. വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കാ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കാ ബെനിഫിറ്റ്. കാര്യം പ്രാർത്ഥന കർത്താവിനെ അല്ല, ആരെയാ വ്യത്യാസപ്പെടുത്തുന്നത്? എന്നെ തന്നെയാണ്. ഞാൻ ആരാധിക്കുമ്പോഴും എനിക്കാണ് ബെനിഫിറ്റ്. കാര്യം എൻ്റെ ആരാധന യേശുവിനെ അല്ല വ്യത്യാസപ്പെടുത്തുന്നത്. ആരെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്? എന്നെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കാര്യം കർത്താവിനല്ല പ്രയോജനം. ആർക്കാണ്? എനിക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഇനി കർത്താവിനെ സേവിക്കണമെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും സേവിക്കണം. ചെറിയവരിൽ ഒരുത്തനെ സേവിക്കണം. വലിയവനെ സേവിച്ചാലും പ്രയോജനമില്ല. എൻ്റെ ഈ ചെറിയവരിൽ ഒരുത്തന്. കാര്യം വലിയവർക്കൊക്കെ സേവിക്കാൻ നമുക്കെല്ലാം വളരെ മോഹമുണ്ട്. എന്നേക്കാൾ വലിയ ആളുകളെ സഹായിക്കാനും സേവിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ കർത്താവ് അത് അവന് വേണ്ടി ചെയ്തതായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ എൻ്റെ എളിയ സഹോദരന് വേണ്ടി ചെയ്യുന്നതെല്ലാം അവന് വേണ്ടി ചെയ്തതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ സേവിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എളിയവനെ സേവിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും, ഇൻക്ലൂഡിങ് വെൻ ഐ ഇവാഞ്ചലൈസ്, ബിക്കോസ് ഞാൻ സേവിക്കുന്ന ആരെയാണ്? അജ്ഞനായ യേശുവിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഒരാൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്താൽ, വെൻ യു ആർ എ ടീച്ചർ യു ആർ സെർവിങ് ജീസസ്, ബിക്കോസ് യു ആർ സെർവിങ് എ പേഴ്സൺ, എ ചൈൽഡ്. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ തിങ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? യേശുവിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ ഒരാളെ സേവിക്കുമ്പോൾ, നേഴ്സാണെങ്കിൽ ഒരാളെ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങളൊരു ബാങ്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ, ഇൻ ഓൾ ദീസ് തിങ്സ് വെൻ യു സെർവ് ദ ലിറ്റിൽ വൺസ്, യു നോ വാട്ട് ഹാപ്പൻസ്? യേശുവിനെ നിങ്ങൾ സേവിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് നമ്മൾ വാസ്തവത്തിൽ ഭൂമിയുടെ ഉപ്പാകുന്നത്. ഞാൻ അന്നേരം ആ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഫോർഗെറ്റ്, അതിനെക്കുറിച്ചുള്ള കാര്യം അങ്ങോട്ട് നിൽക്കട്ടെ, നമുക്കിവിടെ പറയാം. ഇവിടെ മറിയയുടെ കാര്യത്തിൽ എന്താണെന്നറിയാമോ? മറിയ യേശുവിനാൽ സേവിക്കപ്പെടുകയാണ്. ജീസസ് ഈസ് സെർവിങ് മേരി. മാർത്ത വാസ് ട്രൈങ് ടു സെർവ് ജീസസ്. സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിൽ നമുക്ക് യേശുവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നമുക്ക് യേശുവിന് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ നമുക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വർഗത്തിൽ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റുന്നത്, എന്നാൽ സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് പേർക്ക് ട്രാക്റ്റ് കൊടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആരെയും വിശ്വാസത്തിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്യണം. എവിടെ ചെയ്തോണം? ഭൂമിയിൽ ചെയ്തോണം. സ്വർഗത്തിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും പറയാം. ഞങ്ങളെ പോലുള്ളവർക്ക് പ്രയാസം. കാര്യം സ്വർഗത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ചില പാട്ടുകൾക്കുണ്ടല്ലോ, ഈ മൈക്കലൊന്നും പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത പാട്ടുകളുണ്ട്. ദിവസവും മൈക്കൽ ഇങ്ങനെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഇവരൊക്കെ സ്വർഗത്തിൽ ചെന്നാൽ എന്നാ എടുക്കുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം സ്വർഗത്തിൽ എന്തോ ഇല്ല, പ്രസംഗമില്ല. അപ്പൊ സ്വർഗത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ഇതൊന്നുമില്ല. സ്വർഗത്തിൽ എന്താ സംഭവിക്കുന്നത്? വി ആർ നോട്ട് സെർവിങ് ഗാഡ്. സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? ഗാഡ് സെർവ്സ് അസ്. യേശു നമ്മളെ സെർവ് ചെയ്യാണ്. ഇപ്പൊ സ്വർഗത്തിൽ എന്ത് നടക്കുന്നോ അതാണ് മേരിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? സ്വർഗത്തിൽ ഇറ്റേണിറ്റിയിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ മേരിയുടെ ഭവനത്തിൽ, മേരിയിൽ സംഭവിക്കുകയാണ്. കാര്യം സ്വർഗത്തിൽ യേശു നമ്മളെ സെർവ് ചെയ്യുന്നു. ഇതാ മറിയയുടെ വീട്ടിൽ മറിയയെ കർത്താവ് സെർവ് ചെയ്യുകയാണ്. അവൾ കർത്താവിൽ നിന്ന് അവൻ്റെ വചനത്തെ പ്രാപിക്കുകയാണ്. അവൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിക്കുകയാണ്. അവനിൽ നിന്ന് സ്വീകരിക്കുകയാണ്. നാം അവനിൽ നിന്ന് പഠിക്കുമ്പോൾ, അവനിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ടു എർത്ത്. നിങ്ങൾ നിത്യതയെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അത് നിലനിൽക്കുന്നതാണ്. ബിക്കോസ് എവ്രിതിങ് ഇറ്റേണൽ ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ, എവ്രിതിങ് എർത്ത്ലി ദാറ്റ് ഡസൻറ്റ് ലാസ്റ്റ്. ഭൗമികമായതൊന്നും നിലനിൽക്കുന്നില്ല. ഇറ്റേണൽ ആയിട്ടുള്ളതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെന്ന്. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്? യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ തിങ്. യു നോ വാട്ട് യു ആർ ഡൂയിങ്? യു ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ഹിയർ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലേക്ക് നിത്യതയെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതാണെന്ന് പറയാൻ കാര്യം. അപ്പൊ നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെ? ഒന്ന്, സ്വർഗത്തിലെ നിക്ഷേപം. രണ്ട്, ഭൂമിയിലിരിക്കുമ്പോൾ ഞാൻ നിക്ഷേപിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്. രണ്ട്, എന്താണ്? സ്വർഗത്തെ, ഇറ്റേണിറ്റിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം. ഇത് രണ്ടും നിലനിൽക്കുന്നതായ കാര്യമാണ് എന്ന് നമുക്ക്
പറയാനായിട്ട് കഴിയും. ഇവിടെ നഷ്ടപ്പെടാത്ത നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നീട് ഇൻഫാക്ട് ഇറ്റ് ഇസ് കമ്മിങ് എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നുള്ളതിനെക്കുറിച്ച് ഐ ഹോപ്പ് ഐ വിൽ ബി ഏബിൾ ടു സേ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പാസേജ് എങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. വി ആർ ബ്രിങ്ങിങ് ഇറ്റേണിറ്റി ഡൗൺ ടു ദി എർത്ത്. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മൾ നിക്ഷേപിക്കുന്നത് സ്വർഗത്തിലാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ സമയം ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണോ? അല്ല. ഭൂമിയിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ ഫ്യൂ. എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയുടെ വലിപ്പമായിട്ട് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നൊടി നേരത്തേക്കുള്ള ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലെ നമുക്ക് തോന്നത്തുള്ളൂ. നിത്യതയുടെ വലിപ്പമായിട്ട് തട്ടിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ 100 വർഷത്തിൽ കൂടെ ഒന്നും ഇവിടെ ആരും ജീവിക്കാൻ പോകുന്നില്ല. നമ്മൾ 100 ട്രില്യൺ ഇയേഴ്സ് പോലും അല്ല സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്നത്. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ നൊടി നേരത്തേക്കുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു അവിടെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഞാൻ ടാൻസാനിയൻ കറൻസി ഞാനവിടെ ചെന്ന് ആദ്യം എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് ഈ കറൻസിയുടെ വാല്യൂ ഒന്നും എനിക്ക് അത്രയും വലിയ പിടിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ വേണമല്ലോ. ഞാൻ ATM നിന്ന് പൈസ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കി എൻ്റെ ബാങ്കിൽ നിന്ന് ഇത്ര രൂപ മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി എത്രയാണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് 40 lakhs-ആണ്. 40 ലക്ഷം. അത് കൊള്ളാമല്ലോ. 40 ലക്ഷം രൂപ ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമില്ല. നമുക്കിവിടെ എൻ്റെ ബാങ്കിൽ അത്ര ഇല്ലതാനും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 1000 രൂപ എന്ന് പറയുന്നത് നമ്മളുടെ 33 രൂപ കൊടുത്താൽ യു ഗെറ്റ് 1000 shillings. അപ്പം 33,000 അല്ല ഇപ്പോൾ 40,000 ഷില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എന്താണ് അതിൻ്റെ ഇറ്റ്സ് ഓൺലി 13,000 or something like that. അത്രേ ഉള്ളൂ. അതിക്കൊള്ളൊന്നുമില്ല. 13,000 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കിട്ടിയപ്പോൾ ഞാനൊരു കോടീശ്വരനാണെന്ന് ഞാൻ മനസ്സിലായി. കാര്യം കോടികളൊക്കെയാണ് അതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്നത്. പക്ഷേ ഷില്ലിംഗ് ആണ്, അല്ലാതെ അവരുടെ ടാൻസാനിയൻ ഷില്ലിംഗ് ആണ്, അല്ലാതെ ഇന്ത്യൻ രൂപയല്ല. അപ്പം നമ്മുടെ ബാങ്കിൽ അത്രയും വലിയ എമൗണ്ട് ഞാൻ ഒരിക്കലും ബാലൻസ് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ടി ഷില്ലിംഗ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ടാൻസാനിയൻ ഷില്ലിംഗും ഉണ്ട്. ഞാൻ ഇന്ത്യ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഞാൻ സ്പെൻഡ് ചെയ്തതിൻ്റെ ബാക്കി പൈസ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് മേ ബി ഐ ക്യാൻ കീപ് ഇറ്റ്. ഇഫ് ഐ എം നോട്ട് ഗോയിങ് ബാക്ക്, ഞാൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ടാൻസാനിയയിൽ ജോലി എടുക്കാൻ പോകുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് മില്യൺസ് ഒക്കെ ആയിരിക്കും ഒരു മാസം സാലറി കിട്ടുന്നത്. ഇറ്റ്സ് നോട്ട് തൗസൻഡ്സ്, മില്യൺസ്. അങ്ങനെ മില്യൺസ് നിങ്ങൾക്ക് സാലറി കിട്ടിയാൽ നിങ്ങൾ എന്തോ നോർമലി ചെയ്യുന്നത്? അത് ഇത്ര ഇരിക്കട്ടെ, കാര്യം ഇന്ത്യൻ റുപ്പീസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത്രയും എമൗണ്ട് ഒന്നും കാണാനില്ല, ഇത് ഇരുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പരിശ്രമിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് വില കുറഞ്ഞ പൈസയായിരിക്കും, എന്തും ആയിക്കോട്ടെ. പക്ഷെ വില കുറഞ്ഞ പൈസയാണെങ്കിലും സംഹാവ് നിങ്ങൾ വരാൻ പോകുന്ന നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നില്ലെങ്കിൽ TR അടിച്ച് ട്രാൻസ്ഫർ റെസിഡൻസ് അടിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സംഹാവ് മാക്സിമം എത്രയും നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും? അതിനെ ഇന്ത്യൻ കറൻസി ആക്കി, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ പോകുന്ന രാജ്യത്തെ കറൻസി ആക്കി മാറ്റുകയായിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ റെസിഡൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഒരു TR അടിച്ച് പോകാൻ പോവുകയാണ്. ആഫ്റ്റർ സം ടൈം പുറത്ത് നമ്മളൊരു TR അടിച്ച് വരാന്ന് പറയുമല്ലോ. നമ്മൾ TR അടിച്ച് പോവുകയാണ് എങ്ങോട്ട്? ഇറ്റ് ഈസ് ടു ഹെവൻ. സോ ഇഫ് യു നോ ദാറ്റ്, ഇഫ് യു ആർ അവെയർ ഓഫ് യുവർ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്, നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? എങ്ങനെ എത്രയും കൂടുതൽ പണം എനിക്ക് ഞാൻ ചെല്ലാൻ പോകുന്ന രാജ്യത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആം ഐ റൈറ്റ്? ഇതേപോലെ സ്വർഗീയമായ ഒരു ദർശനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ ഭൂമിയിലെ നിക്ഷേപം എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും? എങ്ങനെ എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും? അതേ രാജ്യത്ത് തന്നെ നിക്ഷേപിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. ഇപ്പൊ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ഈവൻ US നിക്ഷേപിക്കുന്ന ആളുകൾ, ദേ സ്പെൻഡ് മണി ഇത്. പക്ഷെ റിസഷൻ വന്നപ്പോഴത്തേക്ക് അവർ ഭയങ്കര പ്രയാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസഷന്റെ സമയമായപ്പോഴത്തേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പോവുകയാണ്. പക്ഷെ അന്നേരം ഇന്ത്യയിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന് അത്രയും വലിയ പ്രയാസമില്ല. കാര്യം റിസഷൻ ഒന്നും ഇവിടെ കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. അപ്പോൾ എൻ്റെ നിക്ഷേപം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ റിസഷനും മറ്റുള്ള കാര്യങ്ങളെ ഞാൻ ആലോചിക്കത്തുള്ളൂ. എൻ്റെ നിക്ഷേപം ടാൻസാനിയയിലാണെങ്കിൽ ടാൻസാനിയയിലെ ഓരോ ചെറിയ സംഭവങ്ങളും എനിക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും, അല്ലേ? അപ്പോൾ എൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും എൻ്റെ
ഹൃദയം എന്നുള്ളത് സംശയമില്ല. ഒരാളുടെ ഹൃദയം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. ഒരാളുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ ഹൃദയം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യം, അയാളുടെ സ്വന്തം അപ്പൻ്റെ കാര്യം തന്നെ പറഞ്ഞു, അതുകൊണ്ട് കള്ളമൊന്നും പറഞ്ഞതല്ല, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതാണ്. അപ്പച്ചൻ മരിക്കാറായി കിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് വന്നു കഴിഞ്ഞ് ഇങ്ങനെ മരിക്കാറായി കിടക്കുന്ന കൂട്ടത്തിൽ അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോനെ നീ വന്നോടാ, മോനെ നീ എനിക്ക് ഇച്ചിരി പൈസ അതാടാ. ഇങ്ങനെ ചിന്തിച്ചു, ഈ മരിക്കാറായി കിടക്കുന്ന അപ്പച്ചൻ എന്തോ കാര്യത്തിനാണ് പൈസ? ഇനി ആർക്കെങ്കിലും കൊടുക്കാനോ വല്ലതും ആയിരിക്കും. അങ്ങനെയൊന്നും കൊടുത്തൊന്നും പുള്ളിക്ക് പരിചയമുള്ള ആളല്ല. എന്നാലും മോൻ എന്ത് ചെയ്തു, 1000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തു. അവനിങ്ങനെ എടുത്ത് നോക്കി, ഒന്ന് തിരുമിയൊക്കെ നോക്കിയിട്ട് കണ്ണു അടച്ചു. ഇത് കൈ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തത്, മരിച്ചത്. ജീവിക്കാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ മരിക്കാനുള്ള പൈസ വേണ്ടി വരുന്നത് ഭയങ്കര കഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ, അയാളുടെ ഹൃദയം എവിടെയായിരുന്നു? ഈ പൈസയിലായിരുന്നു അയാളുടെ ഹൃദയം. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ അന്ത്യസമയത്തെക്കുറിച്ച് സന്യാസി പൊന്നമ്മാൾ കൊച്ചുകുഞ്ഞുശിയുടെ ശിഷ്യയായിരുന്നു. പെണ്ണമ്മ സന്യാസിനി എന്ന് പറയുന്നത്. പെണ്ണമ്മ സന്യാസിനി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ സമയം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരവിടെ അറിയപ്പെട്ടിരുന്നത് പൊന്നമ്മാൾ എന്നുള്ള പേരിലാണ്. അപ്പോൾ പെണ്ണമ്മ സന്യാസിനി എന്നോട് പറഞ്ഞൊരു കാര്യം, ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അളിയനാണ് സാധു കൊച്ചുകുഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന കാര്യമൊക്കെ ഇങ്ങനെ അവർ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത്, ബാംഗ്ലൂരിലുണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ മരിച്ചുപോയി. ഈ അവസാന സമയത്തെക്കുറിച്ച് പെണ്ണമ്മ സന്യാസിനി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് കോഴഞ്ചേരിയിലൊരു മീറ്റിങ്ങിന് പെണ്ണമ്മ സന്യാസിനി പ്രസംഗിക്കാനായിട്ട് വന്നു. അവരന്ന് വളരെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. പക്ഷെ എന്നാലും ആരുടെ ശിഷ്യയാണ് കൊച്ചുകുഞ്ഞിയുടെ ശിഷ്യയാണ്. അപ്പോൾ കൊച്ചുകുഞ്ഞ് മരിക്കാറായി കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇടയാറന്മുള ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കൊച്ചുകുഞ്ഞ് ഇങ്ങനെ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ പെണ്ണമ്മ സന്യാസിനി അടുത്ത് ചെന്ന് തുണിയിൽ വെള്ളം മുക്കിയിട്ട് കുറച്ച് ഡ്രോപ്പ് ഈ നാക്കിലിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പം കൊച്ചുകുഞ്ഞ് പതിയെ കണ്ണു തുറന്നപ്പോൾ പെണ്ണമ്മ സന്യാസിനിയെ കണ്ടു. പെണ്ണമ്മേ, സമയം എത്രയായി? അടുത്ത ചോദ്യം. പെണ്ണമ്മ സന്യാസി പറഞ്ഞു, 10-11 മണിയായി. 11 മണിയായി കാണും ഉദ്ദേശിച്ച്. കാര്യം 10 മണിക്ക് യോഗം കഴിഞ്ഞിട്ട് നടന്നു വന്നതല്ലേ. ഞാൻ 10 മണി കഴിഞ്ഞാൽ വെള്ളം കുടിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? മരിക്കാൻ കിടക്കുമ്പോഴും അങ്ങേരെ ആ ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെയാണ്. ശരി, എല്ലാവരും ചുറ്റും കൂടി നിന്ന് കർത്തൃകാഹളയുഗാന്ത്യ നാളിൽ മുഴങ്ങുമ്പോൾ എന്നുള്ള പാട്ട് പാടും. വളരെ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ആ പാട്ട് പാടി. ഇത് പെണ്ണമ്മ സന്യാസിനെ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. ഒടുവിൽ കയ്യും കാലും ഒക്കെ നിവർത്തി വെച്ച് ആകാശത്തേക്ക് നോക്കി ആ മനുഷ്യൻ പറഞ്ഞു, ഇതാണോ മരണം? ഇത് മരണമല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണുകൾ അടച്ചു. എത്ര ഭാഗ്യകരമായ രണ്ടും കൂട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, അദ്ദേഹത്തിൻ്റെ ഹൃദയം എപ്പോഴും എവിടെ തന്നെ ആയിരുന്നു? താൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്തിലേക്കായിരുന്നു. നമ്മുടെ ഹൃദയം അവിടെ, നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എവിടെ തന്നെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ ഹെവൻ. സ്വർഗത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ നിക്ഷേപം. ഇനി സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. സ്വർഗത്തിൽ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെയേറെ പഠനം നടത്തി നോക്കിയിട്ടുണ്ട് വേദപുസ്തക പ്രകാരം. പക്ഷെ ഒരിടത്ത് മാത്രമേ സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടുള്ളൂ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുകയാണെന്ന് ഓർപ്പിക്കണം. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ധനികനായ യുവാവ് യേശുവിനെ അനുഗമിക്കാൻ വന്നപ്പോൾ അവനോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള ഏക മാർഗമായിട്ട് പറയുന്നത്, നിനക്കുള്ളത് ആവശ്യത്തിലിരിക്കുന്നവന്. ദരിദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത് വിറ്റിട്ട് എൻ്റെ ഭാര്യയ്ക്കും മക്കം കൊടുക്കുന്നതല്ല, എൻ്റെ അയൽവക്കക്കാർക്ക് കൊടുക്കുന്നതല്ല. ദോസ് ഹു ആർ ഇൻ നീഡ്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നുള്ളതുമല്ല അവിടുത്തെ വിഷയം. ദരിദ്രൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ദോസ് ഹു ആർ ഇൻ നീഡ്. വെൻ ഐ ഷെയർ വാട്ട് ഐ ഹാവ് വിത്ത് ദോസ് ഹു ആർ ഇൻ നീഡ്, ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. അത് വേദപുസ്തകത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തതായി ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ
ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ആർക്ക് വേണ്ടി? ആവശ്യത്തിലിരിക്കുന്നവന് വേണ്ടി ഷെയർ ചെയ്യുമ്പോഴാണ് എന്തായിത്തീരുന്നത്? അത് സ്വർഗത്തിൽ നിക്ഷേപമായി തീരുന്നത്. എന്തും. പണം മാത്രമല്ല. ചിലപ്പോൾ ആളുകൾ പറയും, മിക്കപ്പോഴും ഞാൻ ഈ പ്രസംഗിക്കുന്നത് അത്ര സാമ്പത്തിക മേന്മയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പാവം പിടിച്ചോൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. എൻ്റെ സഹോദര, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഈ പറയുന്നത് ധനികരോടൊക്കെ പോയി പറഞ്ഞാൽ പോരായോ? നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇത് എന്നോട് പറയുന്നത്? ധനികർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികം നമ്മുടെ മനസ്സിലുള്ള എന്താണ്? ഇറ്റ് ഈസ് ഓൺലി മണി. പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല, നിനക്കുള്ളത്. നിന്റെ സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണോ എന്ന് ചോദിച്ചാൽ യെസ്, പണമാണ്. പക്ഷെ പണം മാത്രമല്ല, യു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് ഒത്തിരി ട്രഷറുണ്ട്, എന്തെല്ലാം ഉണ്ട്. പണമില്ലാത്തവനും കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട സമ്പത്ത്, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പണം വലിയ സമ്പത്തൊന്നും അല്ല. മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ്. അതെന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മിക്കവാറും കുഴിയിലോട്ട് ഇറങ്ങിയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ലോകത്തിൽ പ്രയോജനമുള്ള ഒരു സാധനവും പൈസയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതായത് പ്രശ്നം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും നിങ്ങൾക്ക് പൈസയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാശ് കൊടുത്ത് നല്ല ഒരു മാട്രസ് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ കാശ് കൊടുത്ത് ഉറക്കം വാങ്ങിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാട്രസാണോ ഉറക്കമാണോ? ഉറക്കമാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ എന്ത് കിട്ടത്തില്ല? എന്തുകൊണ്ട് പറ്റത്തില്ല? പൈസ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടറെ ഹയർ ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല മെഡിസിൻസ് കഴിക്കാൻ പറ്റും, പക്ഷെ ആരോഗ്യം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല ഡോക്ടറുടെ സേവനമാണോ ആരോഗ്യമാണോ ആവശ്യം? ആരോഗ്യം. പക്ഷെ ആരോഗ്യം പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്തുവാ നിങ്ങൾക്ക് ഈ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നത്? പിന്നെന്തോ ഈ കാശ് എന്ന് പറഞ്ഞാൽ ഞാനാൻ തുടങ്ങുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇത് റിയാലിറ്റി അല്ലേ? പക്ഷെ ഇതാണ് വലുതെന്ന് പിശാച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. പിശാച് നമ്മളോട് പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ചാൽ നമ്മൾ ഇത്രയും നാള് നമ്മൾ നശിച്ചത് മുഴുവൻ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആത്യന്തികമായി പണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ കാര്യമാണ്. നമ്മൾ കറൻസിയുടെ കാര്യം ആലോചിച്ചോ? കറൻസി അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ആത്യന്തികമായി ഈ സാധനം എന്ന് പറയുന്നത് ഗോൾഡാണ്. എല്ലാവരും ഗോൾഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണം അടിക്കുന്നത് അല്ലേ? ഗോൾഡ്. പക്ഷെ ഞാൻ ഈ സ്വർണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ സ്വർണം പിശാച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് എ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ ഇൻ ദ വേൾഡ്. പക്ഷെ ഇതിന് ഇതല്ലാതെ വേറെ എന്താ ഉപയോഗം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു പിച്ചാത്തി ഉണ്ടാക്കാൻ പോലും ഈ സാധനം കൊള്ളത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്വർണം കൊണ്ടൊരു പിച്ചാത്തി ഉണ്ടാക്കി നിങ്ങൾക്ക് കറിക്ക് അറിയാൻ പറ്റും. എന്തിന് കൊള്ളാം ഈ സാധനം? എന്റെ നോട്ടത്തിൽ ഒരു ഉപയോഗമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദിസ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഫുൾ മെറ്റൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഉപയോഗമില്ലാത്ത മെറ്റലാണ് സ്വർണം. പക്ഷേ പിശാച് പറഞ്ഞു ദിസ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ ഇൻ ദ വേൾഡ്. ആ കള്ളത്തരം വിശ്വസിക്കുന്നത് കൊണ്ടല്ലയോ നമുക്ക് ഈ പണത്തിന് വില ഉണ്ടാകുന്നത്? ഒരു ദിവസം നമ്മൾ ഗോൾഡിന് വിലയില്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് പിശാച് പറഞ്ഞ കള്ളത്തരത്തിന്മേലാണ് ശരിക്കും എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ദാറ്റ്സ് വൺ റീസൺ. ഇനി ലോകത്തിൽ എന്തിനെങ്കിലും വിലയുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ടൈം ഈസ് സോ പ്രഷ്യസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയാലും പിന്നെ ഉണ്ടാക്കാം, പക്ഷെ സമയം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും നമ്മുടെ പിള്ളേർക്കാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, ഇല്ലേ? നമ്മൾ രണ്ട് പിള്ളേർ, ഏകദേശം ഒരേ പ്രായത്തിലുള്ള രണ്ട് പിള്ളേർ, ഞങ്ങളുടെ ശ്രേയയും ശുപ്രയും കൂടെ സ്കൂളിലോട്ട് പോകാൻ നേരം പെട്ടെന്ന് അറിയാമല്ലോ, സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയാണ് ഏത് വീട്ടിലും. എല്ലാം ഒരുക്കി അത് ചെയ്ത് അന്നേരം അവസാനം വെള്ളം എടുക്കാൻ നേരം വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ മൂത്ത മോക്കുള്ള ഒരു കുപ്പി വെള്ളം നിറച്ചു, രണ്ടാമത്തെ കൊച്ചിന്റെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പി 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 എന്ന് പിന്നെ സ്കൂളിലെ ബസ്സിന്റെ ഹോൺ കേട്ടു. അപ്പോഴത്തേക്ക് മതിയടി കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് കാൽക്കുപ്പി വെള്ളം അവക്കും ഒരു കുപ്പി വെള്ളം മൂത്തവക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇളയ മോള് നിന്നോണ്ട് മമ്മി യു ഡോണ്ട് ലവ് മീ, ചേച്ചിക്ക് ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് എനിക്ക് കാൽക്കുപ്പി വെള്ളമാണ് തരുന്ന പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ നിൽക്കുമോ? ഒരു കൊച്ചും കിട്ടിയില്ലേ, അത്രയും ഭാഗ്യമൊന്നും നിൽക്കും, അത്രേ ഉള്ളൂ. എന്നാൽ അതേസമയം ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വൈകുന്നേരം ഓരോ സ്കൂപ്പ് കൊടുക്കുമ്പോൾ മൂത്തവക്ക് 3 സ്കൂപ്പും
ഇളയ കൊച്ചിന് കാൽ സ്കൂപ്പും കൊടുത്താൽ വിവരമുണ്ട്, അവൾ വീട് തിരിച്ചു കുറച്ച് വെക്കും. ഇല്ലേ? കാര്യം ഐസ്ക്രീമിന് കൊച്ചിന് എന്താ ഉണ്ട്? വിലയുണ്ട്. ഇതുപോലെ ദൈവം മനുഷ്യന് സമയം ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ കർത്താവ് മനസ്സിലാക്കി എന്താണ്? ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അതുകൊണ്ട് എല്ലാവർക്കും എത്ര മണിക്കൂർ വെച്ച് കൊടുത്തു? 24 മണിക്കൂർ വെച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കർത്താവ് തന്നെ പറഞ്ഞു, ഇതിനത്രയും വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിപ്പോൾ കുറച്ച് പേർക്ക് കൂടുതലും കുറച്ചായാലും ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷനിലെ ഇക്വാളിറ്റി സൂക്ഷിക്കാഞ്ഞത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു ഇക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ലോകത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇക്വാളിറ്റി സൂക്ഷിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് മണി. വാട്ട് ഡസ് ഇറ്റ് ഷോ അസ്? ഇതെന്താ നമ്മളോട് പറയുന്നത്? മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. അപ്പൊ സമയമാണ് ഏറ്റവും വില കൂടിയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം വിലയുള്ള കാര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ടൈം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി യു ഡോണ്ട് ഹാവ് മണി ബട്ട് യു ഹാവ് ടൈം. പണത്തിന് വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പണവും, പക്ഷേ ടൈം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് പണം സ്പെൻഡ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. പക്ഷേ പണത്തെക്കുറിച്ച് ബോധമില്ലാത്ത ചിലപ്പം പണം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് പണമേ അല്ല എന്നാണ് പറയുന്നത്. ഇഫ് യു ഡു നോട്ട് സ്പെൻഡ് ഇറ്റ് ഇസ് നോട്ട് മണി അറ്റ് ഓൾ. സപ്പോസ് ഞാനിപ്പം ഒരു കറൻസി ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കറൻസി കയ്യിലെടുക്കുകയാണെന്ന് വെച്ചു, 10 രൂപയാണ്. 10 രൂപ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ കറൻസി, റൈറ്റ്? 10 റുപ്പീസ്. അപ്പോൾ ഈ 10 റുപ്പീസ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പൈസ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇതുകൊണ്ട് തന്നെ ഗുണം, എനിക്ക് ഇത് തിന്നാൻ പറ്റുമോ? ഐ കനോട്ട് ഈറ്റ് ഇറ്റ്, ഐ കനോട്ട് ഡ്രിങ്ക് ഇറ്റ്. ഇതെപ്പോഴാണ് പണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊടുത്തിട്ട് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചാൽ ഇത് പണമാകും. If you do not spend, it is not money, it is only a paper. Only when you spend it, it becomes money. You understand? പക്ഷെ നമ്മൾ പറയുന്നത് സ്പെൻഡ് ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോയെന്നാണ്. പൈസ പോയെന്നല്ല പറയണ്ട, ഇപ്പോഴാണ് ഇത് പൈസ ആയത്. അല്ല, ഇതെങ്ങനെയാ പൈസയാകുന്നത്? ഇത് പൈസ ആകണമെങ്കിൽ തന്നെ സ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം ഈ കടലാസിനെ കൊണ്ടങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വല്ലതും മാനമര്യാദയ്ക്ക് കഴിച്ചാലും വേണ്ടിയല്ല, അതുമില്ല. കാശ് കൂടുമ്പോഴത്തേക്കൊന്നും കഴിക്കത്തുമില്ല. എന്തോ ലൈഫായത്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഇനി അടുത്ത നൂറ്റാണ്ട് ജീവിക്കാമെന്ന് വെച്ചാൽ പിന്നെന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി ഇന്ന് മരിക്കുന്നവരാ നമ്മൾ. ഇങ്ങനെ സമ്പാദിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ജീവിക്കുകയില്ല. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗ്രാബിങ് മണി. എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നത്. യു സ്പെൻഡ് മണി. When you spend for yourself, it becomes money. But when you spend it for others, you know what is happening? It becomes a treasure in heaven. When you spend it for you, it becomes money. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കെങ്കിലും ഗുണമുണ്ട്. പക്ഷേ when you spend it for others, it becomes a treasure in heaven. And also the time. When you spend your time for others, that becomes a treasure in heaven. ഈ പ്രായമുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ ആരുമില്ല. ചെറുപ്പക്കാരുടെ അടുത്തിരുന്ന് വാചകം പഠിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ പ്രായമുള്ള ആളുകൾ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് നിങ്ങൾ യു ജസ്റ്റ് സ്പെൻഡ് സം ടൈം വിത്ത് ദം. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ജീവിതത്തിൽ ആരും സംസാരിക്കാത്ത ആളുകളുണ്ട്, അത്ര ലവബിൾ അല്ലാത്ത ആളുകളുണ്ട്, ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അടുത്ത ഫ്ലാറ്റിൽ കാണും ചിലപ്പം. കുശുമ്പും കുഞ്ഞായ്മയും പറയാനല്ല, അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയത്തുള്ളൂ. ആരും ചെല്ലാത്തവരുടെ അടുത്തൊന്ന് ചെല്ല്. നിങ്ങൾ അവിടെ നിന്ന് കൂടെ സമയം സ്പെൻഡ് ചെയ്ത്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. യു സ്പെൻഡ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി വെക്കാതെ സ്പെൻഡ് ഇറ്റ് ഫോർ സംബഡി എൽസ്. മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ഉപയോഗിക്കുക. ഈ പലപ്പോഴും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പണം സ്പെൻഡ് ചെയ്യേണ്ടതാണ് വരുന്നത്. സംബഡി സെഡ് യു സ്വെറ്റ് ആൻഡ് മേക്ക് മണി, ഫൈനലി യു സ്പെൻഡ് മണി ടു സ്വെറ്റ്. വിയർത്ത് പൈസ ഉണ്ടാക്കും, ഒടുവിൽ പിന്നെ വിയർക്കാൻ വേണ്ടി പൈസ മുടക്കും. ഇല്ലേ? വിയർത്താണ് കാശുണ്ടാക്കുന്നത്, ഒടുവിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? വിയർക്കാൻ വേണ്ടി ഹെൽത്ത് ക്ലബിലും മറ്റൊരിടത്തും മറിച്ചോണ്ട് പോയി പൈസ കൊടുത്ത് വേണം വിയർക്കാൻ. ദിസ് ഈസ് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഇൻ ദീസ് ഡേയ്സ്. Spend your health for others. Spend your money for others. Spend your time for others. You know, that becomes a treasure in heaven. അത് സ്വർഗത്തിൽ എന്തായി തീരുന്നു? വലിയ നിക്ഷേപമായി തീരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്.
അതുകൊണ്ട് ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി ലൈക്ക് യുവർ ഹെവൻലി ഫാദർ, ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, നിങ്ങളുടെ ഹെവൻലി ഫാദറിനെ പോലെ നിങ്ങൾ പെർഫെക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യു സ്പെൻഡ് ഫോർ അതേഴ്സ്. ആൻഡ് വെൻ യു സ്പെൻഡ് ഫോർ അതേഴ്സ്, അതിന്റെ മറ്റൊരു ആസ്പെക്റ്റ് ആണ് യു ബിക്കം ലൈക്ക് ജീസസ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിനെ പോലെ ആവുകയാണ്. കാരണം യേശു അതാണ് ചെയ്തത്. ഹി വാസ് ലിവിങ് ഫോർ അതേഴ്സ്. ആൻഡ് വെൻ യു ബിക്കം ലൈക്ക് ജീസസ്, യു ബിക്കം ലൈക്ക് ഫാദർ ഗാഡ്, ബിക്കോസ് ജീസസ് ഈസ് ലൈക്ക് ഗാഡ് ദി ഫാദർ. സ്വർഗസ്ഥ പിതാവിനെ പോലെയാണ് യേശു. ആ യേശുവിനെ പോലെ നിങ്ങളാകണം. ആ യേശുവിനെ പോലെ നിങ്ങളാകാനുള്ള ഒരു പ്രധാന മാർഗമാണ് എന്ത്? ലിവിങ് ഫോർ അതേഴ്സ്, സ്പെൻഡ് ഫോർ അതേഴ്സ്, ആൻഡ് ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ഇനി വീണ്ടും കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വർഗസ്ഥ പിതാവിനോട് അനുരൂപനാകുവാൻ, അല്ലെങ്കിൽ അവന്റെ പ്യൂരിറ്റി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് വേഴ്സ് 22-23 ചാപ്റ്റർ 6 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. നോക്ക്, നമ്മുടെ ഇറ്റ് സേസ് അബൌട്ട് അവർ ഐസ്. ഇറ്റ് ഇസ് നോട്ട് ദ ഫിസിക്കൽ ഐസ്, ബട്ട് ഇറ്റ് സേസ് അബൌട്ട് അവർ വിഷൻ ഓർ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഓർ പേഴ്സ്പെക്റ്റീവ്. മേ ബി യു ക്യാൻ സേ ഇറ്റ് യുവർ പേഴ്സ്പെക്റ്റീവ്. നിങ്ങളുടെ കാഴ്ചപ്പാട്. സേസ് അബൌട്ട് യുവർ വിഷൻ. നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതാണ്? ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇത് തന്നെ നമ്മൾ കാണുന്നു. യുവർ ഐ ഷുഡ് ബി സിംഗിൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സിംഗിൾ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഏകതയുള്ളതെന്നാണ്, ഡിസ്റ്റോർട്ടഡ് അല്ല. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വന്നത് ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്നു. ശരിക്കും കർത്താവ് നിക്ഷേപത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ട് താഴെ പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അത് ഒരിടത്തായിരിക്കണം. കാര്യം അത് ഒരിടത്താണെങ്കിലേ നിങ്ങളുടെ വിഷനും ശരിയാകത്തുള്ളൂ. അപ്പൊ ഇറ്റ് സേസ് അബൌട്ട് യുവർ ഹാർട്ട് ആൻഡ് ഇറ്റ് സേസ് അബൌട്ട് യുവർ വിഷൻ ഓർ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നതായിരിക്കും, അതായിരിക്കും, അവിടേക്കായിരിക്കും നിങ്ങളുടെ നോട്ടം എപ്പോഴും. യു ആർ ഓൾവേസ് ലുക്കിംഗ് ടുവേർഡ്സ് വേർ യുവർ ട്രഷർ ഈസ്. നിങ്ങളുടെ കാഴ്ചപ്പാട് അത് ഡിസ്റ്റോർട്ടഡ് ആകാൻ പാടില്ല. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന് പറയുന്നത്, ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ, നിങ്ങളുടെ കണ്ണ് ഏകതയുള്ളതാണെങ്കിൽ. എന്താ ഏകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടും ഒരുപോലെ ആയിരിക്കണമെന്ന്. വി ഹാവ് 2 eyes, യു നോ, എവറിബഡി നോസ് ദാറ്റ്. പക്ഷെ 2 eyesൽ ചില ആളുകൾ ഷോർട്ട് സൈറ്റഡ് ആണ്, ചില ആളുകൾ ലോങ് സൈറ്റഡ് ആണ്. ഇറ്റ് ഇസ് നാച്ചുറൽ. ഐ ആം ഷോർട്ട് സൈറ്റഡ്. അപ്പം ഷോർട്ട് സൈറ്റഡ് ആണ്, ലോങ് സൈറ്റഡ് ആണ്. ചിലർ ഷോർട്ട് സൈറ്റഡ് ആണ്, ചിലർ ലോങ് സൈറ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിലും ഈ കണ്ണിന്റെ കാലം പോട്ടെ, ഈ ജീവിതത്തിൽ അതുപോലെയാണ്. ചില ആളുകൾ ഭയങ്കര ഷോർട്ട് സൈറ്റഡ് ആണ്. അവർക്ക് ഈ ചുറ്റുപാടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യം അവർക്ക് കാണത്തുമില്ല. ഈ ഭൂമിയിലെ ഈ ചുറ്റും അവരുടെ അങ്ങോട്ടുള്ള ഒരു കാര്യവും കാണത്തില്ല. ചില ആളുകൾ അങ്ങനല്ല. മെനി പീപ്പിൾ ആർ ലോങ് സൈറ്റഡ്. അവർക്ക് അടുത്തുള്ളതൊന്നും കാണത്തേ ഇല്ല. അവർക്ക് എന്ത് വേണം? വേദം വായിക്കണമെങ്കിലും ഇങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അവർ ലോങ് സൈറ്റഡ് ആണ്. അവൻ അകലെ വെച്ചാലേ അവരുടെ കണ്ണിൽ അത് പെടും. അടുത്ത് വെച്ചാൽ എന്ത് ചെയ്യത്തില്ല? കണ്ണിൽ പെടത്തില്ല. ഇതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും ചില ആളുകൾ ഭയങ്കര ലോങ് സൈറ്റഡ് ആണ്. ദേ ലുക്ക് ഓൺലി ടു ഹെവൻ ആൻഡ് സം പീപ്പിൾ ആർ ഷോർട്ട് സൈറ്റഡ്. ദേ സീ ഓൺലി എർത്ത്ലി തിങ്സ്. നമ്മുടെ പഴയ കഥയ്ക്കകത്തെ കോഴിക്കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഈ പുഴുക്കളെ തിരയുന്നതല്ലാതെ ചിക്കി ചെകഞ്ഞ് എന്ത് ചെയ്യാണ്? They are looking only for worms. They never look to the sky. Even though they were born to fly, they never fly and they never even look to the sky. You understand? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീക കാഴ്ചപ്പാടിൽ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നമ്മളുടെ കാഴ്ച എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. ലോങ് സൈറ്റഡ് ആണ്. പക്ഷെ ചില ആളുകൾ അങ്ങനല്ല. എന്താ? അവരുടെ നിക്ഷേപം ഇവിടെയാണ്, അവരുടെ കാഴ്ചപ്പാട് ഇവിടെയാണ്, എല്ലാം ഇവിടെയാണ്. അതും പോട്ടെ, ചിലരുടെ പ്രശ്നം ചിലരുടെ ഒരു കണ്ണ് ഷോർട്ട് സൈറ്റഡ്, ഒരു കണ്ണ് ലോങ് സൈറ്റഡ് ആണെന്നുള്ളതാണ്. അതാ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നത്. കാര്യം ചിലപ്പം ഭയങ്കര ആത്മീയമാണ്, ഈ മണ്ണും വേണ്ട പൊന്നും വേണ്ട എന്നൊക്കെ പാട്ടുമൊക്കെ പാടും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇല്ലേ? ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഷോർട്ട് സൈറ്റഡോ ലോങ് സൈറ്റഡോ ആണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ എങ്ങനെങ്കിലും പോകാം. ഇപ്പം ഒരു കണ്ണ് ഷോർട്ട് സൈറ്റഡ്, ഒരു കണ്ണ് ലോങ് സൈറ്റഡോ ആണെന്നുള്ള ഒരു പ്രശ്നം. ഞാനൊരു മൈതാനത്തോട് ഇങ്ങനെ നടക്കുകയാണെന്ന് നോക്കിയാൽ, നടക്കുമ്പോഴത്തേക്ക് ഒരു കുഴി ആ മൈതാനത്തുണ്ട്. എൻ്റെ വലത്തെ കണ്ണ് പറയും ഈ കുഴി ഇവിടെ എന്ന് പറയും, എൻ്റെ ഇടത്തെ കണ്ണ് പറയും കുഴി അവിടെ എന്ന് പറയും. പക്ഷെ കുഴി നടക്കുമായിരിക്കും, ഞാൻ അതിനകത്ത് വീഴുകയും ചെയ്യും.
ഇതേപോലെ പല ആളുകളും എന്ത് പറ്റുന്നു, ആത്മീയമായ കാഴ്ചപ്പാടും ഭൗമികമായ കാഴ്ചപ്പാടും കൂടെ മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് ഒടുവിൽ അപകടത്തിൽ ചെന്നുപെടുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം. നിങ്ങളുടെ കണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ഇത് ഒരു കാരണവശാലും ഡബിൾ വിഷൻ അല്ല, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് വിഷൻ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. നിങ്ങൾ എപ്പോഴും ഗോഡ് വാണ്ട്സ് us to fix our eyes on heavenly things because your treasure is in heaven. കണ്ണ് ചൊവ്വുള്ളത് എങ്കിൽ ലൂക്കോസിന്റെ വിഷയം 14 അധ്യായത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ചൊവ്വുള്ളെന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഈവിൾ, ഇറ്റ് ഷുഡ് ബി ജനറസ്. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പലതുമുണ്ട്. ഇറ്റ് ഷുഡ് ബി ജനറസ്, ഇറ്റ് ഷുഡ് ബി സിംഗിൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട്, ഞാൻ പറഞ്ഞു, ഇറ്റ് സേസ് അബൌട്ട് യുവർ പെർസ്പെക്റ്റീവ്, വാല്യൂ സിസ്റ്റം. എന്ത് വാല്യൂ സിസ്റ്റമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഈ കാലങ്ങളിൽ വീടുകളിൽ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറഞ്ഞാൽ പടിയടാ പടിയടാ, പടിയടി. ഇതേ കേൾക്കാൻ നോക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ്. ചെറുക്കൻ തിരിച്ചു ചോദിക്കാന്ന് വെച്ചോ, എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? എനിക്ക് പഠിക്കാൻ പറ്റുന്ന പഠിച്ചാൽ. അതല്ല, നീ ശരിയായിട്ട് പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല. നല്ല മാർക്ക് കിട്ടിയില്ല എന്നാ പറ്റാനാണ്? നല്ല മാർക്ക് കിട്ടിയാൽ നിനക്ക് നല്ല വിജയം കിട്ടത്തില്ല. നല്ല വിജയം കിട്ടിയില്ല എന്താ പറ്റും? നല്ല വിജയം കിട്ടിയില്ലെങ്കിൽ നിനക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല, കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ഒരു നല്ല ജോലി കിട്ടുന്നത്? നല്ല ജോലി കിട്ടിയില്ലെങ്കിലോ? നല്ല ജോലി കിട്ടിയില്ല പിന്നെ നിനക്ക് എങ്ങനെ നല്ല പെണ്ണിനെ കിട്ടുന്നത്? ഈ നല്ല പെണ്ണെന്ന് വെച്ചാൽ എന്നാ? നല്ല ജോലിയുള്ള പെണ്ണ്, അല്ലാതെ എന്തോന്നാണ്? അതെന്തിനാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ പിള്ളേരെ നോർമൽ സ്കൂളിലൊക്കെ പഠിപ്പിച്ചാൽ പോലെ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എങ്ങനെ നല്ല ജോലി കിട്ടുന്നത്? പിന്നെ നല്ല പെണ്ണിനെ ഇതിങ്ങനെ പോയി എവിടെ പോയി അവസാനിക്കാനില്ല. നമ്മുടെയൊക്കെ ചിന്ത ഇതാണ് ലോകമെന്നാണ്. കാര്യം നമ്മളുടെ വാല്യൂ സിസ്റ്റം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. നല്ല ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, നല്ല ശമ്പളം കിട്ടുന്ന, നല്ല കാശ് കിട്ടുന്ന ജോലി. അതിനല്ലേ, അല്ലാതെ സേവനത്തിന് വേണ്ടി ഒന്നും അല്ലല്ലോ. ആണോ? ഒന്നുമല്ല. കാശ് കിട്ടുന്നത്, പണമാണ് ഇന്ന്. അതാണ് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നതായ പേഴ്സ്പെക്റ്റീവ് എന്താണ്? എൻ്റെ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതുകൂടെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ റാങ്ക് എന്ന് പറയാൻ ഒരു വാക്ക് മിണ്ടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. കല്യാണം കഴിച്ച് വന്നപ്പോൾ ആദ്യം പറഞ്ഞതാണ്, പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, ഈ വീട്ടിൽ റാങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് മിണ്ടി പോയേക്കില്ലെന്ന്. പിള്ളേർ പഠിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു, അത് വേറെ കാര്യം. നിങ്ങൾ പിള്ളേരുടെ പടിയടാ എന്ന് പറഞ്ഞ് പടിയെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ പഠിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇത് കേട്ടില്ലെങ്കിൽ പഠിക്കത്തില്ല. നമ്മളെയൊക്കെ എന്നെ അടിച്ചിരുത്തി പഠിപ്പിച്ചാണോ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നിങ്ങൾ അപ്പനും അമ്മേനെ നിങ്ങൾ അടിച്ചിരുത്തി പഠിപ്പിച്ചാണോ? ആണോ? എന്നെ ഒന്നും അടിച്ചിരുത്തി പഠിപ്പിച്ച് എനിക്ക് ഓർക്കുന്നൊന്നുമില്ല. അത് ഒരു നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് പഠിക്കണം, അല്ലാതെ എന്താണ് എൻ്റെ ഉത്തരവാദിത്വം? ഇന്നത്തെ പിള്ളേർ പഠിക്കുന്നത് അവർക്ക് വേണ്ടിയുമല്ല, ആർക്ക് വേണ്ടിയുമല്ല, ദൈവത്തിന് വേണ്ടിയുമല്ല, ആർക്ക് വേണ്ടിയാണ്? അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ദോഷങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവരോട് പറയാതിരുന്നാൽ, ഇടയ്ക്ക് പറയാതിരുന്നാലല്ല, അവരെ വളർത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന്റെ ഡിഫറൻസ്. ഞാൻ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ആർക്ക് വേണ്ടി ചെയ്യണം? കർത്താവിന് എന്ന വണ്ണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഫോർ ദ ലോർഡ്. കാര്യം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും എങ്ങനെയുള്ളതായിരിക്കണം? ബെസ്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ മാർക്കോ ഐ ഡോണ്ട് കെയർ. ഒരു കാര്യം നോക്കത്തില്ലേ? ഇല്ല. പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ വെച്ചോണ്ട് തന്നെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രസംഗത്തിനകത്ത് എൻ്റെ പിള്ളേരൊക്കെ ഇത് കേൾക്കാതിരിക്കുമെന്നും അല്ലല്ലോ, ഇല്ലെങ്കിൽ അവർ നാളെ വന്ന് പറയുമല്ലോ, ഇല്ലേ? പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെ ആടി ഒപ്പിടണമെന്ന് ചോദിച്ചു ഇങ്ങനെ ഒപ്പിടുന്നത്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ ഞാൻ ഒപ്പിടും. ഞാനങ്ങനെ ഒപ്പിടാനൊന്നും ഞാൻ നാട്ടിലുള്ള ആളല്ല. ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് കെയർ. വൈ? I just want to see they are faithful towards God. That's all. എൻ്റെ കുഞ്ഞുങ്ങൾ സ്പിരിച്വലായിട്ട് വളർന്നാൽ മതി. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് അറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല, വേറെ ഒന്നുമില്ല. എൻ്റെ മക്കൾ ധനികരാകുന്നു എന്നറിയുന്നതിനേക്കാളല്ല, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് അറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. കാഴ്ചപ്പാടതാണ്. വേറൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ലെറ്റ് അവർ ചിൽഡ്രൻ വാക്ക് ഇൻ ട്രൂത്ത്. ദാറ്റ്സ് ഓൾ. അതിനെക്കുറിച്ച് നമുക്ക് കൺസേൺ ഉണ്ടായിരിക്കണം. സത്യത്തിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചോളുമായിരിക്കും. പക്ഷേ എല്ലാ പിള്ളേർക്കും ഒരേ കാലിബർ ഇല്ല. എല്ലാ പിള്ളേരും ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അവരുടെ കാലിബർ ഉണ്ട്, അവരുടെ എബിലിറ്റി ഉണ്ട്, അവരുടെ പശ്ചാത്തലമുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട്
എന്താ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാത്ത പിള്ളേരാരും മണ്ടന്മാരൊന്നുമല്ല. മിക്കവരും രക്ഷപ്പെട്ടിട്ടുള്ളത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാത്തവരാണ്, ഇല്ലേ? ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ മിക്കവരും മനസമാധാനത്തോടെ ജീവിക്കുന്ന മിക്കവരും ഫസ്റ്റ് റാങ്കുകാരൊന്നുമല്ല. നമ്മൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഞാൻ കൊടുക്കുന്നതായ കാഴ്ചപ്പാട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. 2 പേരുടെ സ്ലേവ് വാങ്ങാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. 2 പേരുടെ സ്ലേവ് ആരൊക്കെയാണ്? മാമോന്റെയും ദൈവത്തിന്റെയും. ഈ 2 പേരുടെ സ്ലേവ് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, 2 പേരായിരിക്കും നമുക്ക് കമാൻഡ് വരുന്നത്. ഈ സയാമീസ് ഇരട്ടകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തല പറയും ഉറങ്ങാമെന്ന് പറയും, മറ്റേ തല പറയും കളിക്കാമെന്ന് പറയും. ബോഡി എന്നാ ചെയ്യും? ആകെപ്പാടെ വിഷമിച്ചു പോകും. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. 2 തലയും ഒരു ശരീരവുമായുള്ള പ്രോബ്ലം ഇതാണ്. എന്നെ നയിക്കാനായിട്ട് ഞാൻ ധനത്തെയും, ധനം എന്ന് പറയുന്നത് മാമോൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, അത് ഒരു അവരുടെ പേഴ്സണിഫൈ ചെയ്തിരിക്കുകയാണ്. അവരുടെ ദൈവമാണ് മാമോൻ. അരാമേക്കില് അവര് പണത്തിന്റെ ദൈവമായിട്ട് കണക്കാക്കുന്നതാണ് മാമോൻ എന്ന് പറയുന്നത്. പണത്തിന്റെ ദൈവമാണ്. അപ്പോൾ പണം എന്ന് പറയുന്ന അതിന്റെ ദൈവമായ മാമോനെയും യേശുവിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അസാധ്യമാണെന്നാണ് പറയുന്നത്, അല്ലാതെ പ്രയാസമാണെന്നല്ല പറയുന്നത്. എന്ത്? അസാധ്യമാണ്. എന്തുകൊണ്ട്? കാരണം രണ്ടും വിപരീത ദിശയിലാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നത്. ധനത്തിന്റെ അടിമത്തവും യേശുവിന്റെ അടിമത്തവും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബിക്കോസ് മാമോൻ എന്ന് പറയുന്ന പണദൈവം, യേശു എന്ന് പറയുന്ന നമ്മുടെ കർത്താവും, ഇത് രണ്ടും 2 ദിശയിലാണ്. ഒന്നാമത്തെ കാര്യം, അതിനെക്കുറിച്ച് വിളിക്കുന്നത് തന്നെ അൺറൈച്ചസ് മാമോൻ എന്നാണ്. ലൂക്കോസിന് ശേഷം 16-ാമത്തെ അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അനീതിയുള്ള മാമോനെ കൊണ്ട്, ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് കർത്താവിനോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഇതിന് ഈ മാമോനെ അനീതിയുള്ള മാമോൻ, അനീതിയുള്ള പണം എന്ന് പറയാൻ കഴിയും? അനീതിയായിട്ട് പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ മാനമര്യാദയ്ക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയും എന്താ ഈ അനീതിയുള്ള മാമോൻ എന്ന് പറയാൻ കാര്യം? വൈ യു കാൾ ഇറ്റ് അൺറൈച്ചസ് മാമോൻ? അനീതിയായി ഉണ്ടാക്കുന്ന പണമെന്നല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണോ? അല്ല, അനീതിയുള്ള മാമോൻ, അൺറൈച്ചസ് മാമോൻ. അപ്പോൾ എനിക്ക് കർത്താവ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പണം ചെയ്തിട്ടുള്ള വലിയ ചില ദോഷങ്ങളുണ്ട്. നേരത്തെ നമുക്കൊക്കെ അറിയാം, നമുക്കുണ്ടായിരുന്നത് ബാർട്ടർ സിസ്റ്റമാണ്, ഇല്ലേ? ബാർട്ടർ സിസ്റ്റം. അപ്പോൾ എന്താണ്, ഒരാൾക്ക് ഞാനൊരു കുറച്ച് പശുവിനെ വളർത്തി, എനിക്ക് കുറേയേറെ പാല് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പാല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പാല് വേറൊരാൾ കൊടുത്തിട്ട് നെല്ല് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നെല്ല് കൊടുത്തിട്ട് കോഴിയെ വാങ്ങിക്കുന്നു, കോഴി കൊടുത്തിട്ട് അല്ലെങ്കിൽ മുട്ട കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഐ എം ബൈയിങ് സംതിങ് എൽസ്, ലൈക്ക് എൻ്റെ സേവനം വാങ്ങിക്കുന്നു. ബാർട്ടർ സിസ്റ്റമാണ്. ഈ ബാർട്ടർ സിസ്റ്റത്തിലെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപയോഗമുള്ള വസ്തുക്കളാണ് അന്യോന്യം കൊടുക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ ഉപയോഗമില്ലാത്ത കടലാസല്ല കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എന്താണ്, യൂസ്ഫുൾ തിങ്സ്, പ്രയോജനമുള്ള, ഉപയോഗിക്കാൻ കൊള്ളാവുന്ന. പക്ഷെ ദൈവം ചെയ്ത ഒരു വലിയ ഒരു സിസ്റ്റം ഉണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഉപയോഗമുള്ള സകല വസ്തുക്കളും അഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ പെരിഷബിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപയോഗമുള്ള സകല കാര്യങ്ങളും പെരിഷബിളാണ്. ഒരു സീസണിൽ കൂടുതൽ അത് നിൽക്കത്തില്ല. ഞാൻ എത്ര പാല് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാല് 120 ദിവസത്തേക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. 2 ദിവസം കഴിയുമ്പോൾ പാല് ചീത്തയായി പോകും. അതുകൊണ്ട് ഈ പാല് ഞാൻ സ്പെൻഡ് ചെയ്തേ പറ്റൂ. ഞാൻ നെല്ല് വാങ്ങിച്ചു വെച്ചാൽ 3 കൊല്ലത്തേക്ക് എനിക്ക് നെല്ല് വെച്ചേക്കാൻ പറ്റത്തില്ല. നെല്ല് പ്രൊഡ്യൂസ് ചെയ്താലും 1 വർഷം കഴിയുമ്പോൾ അതിന്റെ ഉപയോഗം തീർന്നു. ഒരു സീസണിലേക്ക് മാത്രമേ എന്തുള്ളൂ, ഉപയോഗമുള്ള ഏത് വസ്തുവും ഒരു സീസണിലേക്കേ ഉള്ളൂ. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനാണെന്നറിയാമോ? ഷെയർ ചെയ്യാൻ വേണ്ടി. കൂട്ടിവെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയും ഒന്നും കൂട്ടിവെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എത്ര പാല് പ്രൊഡ്യൂസ് ചെയ്താലും എനിക്ക് സാധനം വല്ലതും വാങ്ങിക്കാവുന്നുള്ളതല്ലാതെ എനിക്ക് പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല,
ഒരു കാര്യവും സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ സിസ്റ്റത്തെ തകിടം മറിച്ച ഒരു സാധനമാണ്, ഒരു കണ്ടുപിടുത്തമാണ് മണി എന്ന് പറയുന്നത്. പണം വന്നപ്പോൾ നാച്ചുറലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പാല് വിറ്റ് പണമാക്കിയാൽ മതി, അല്ലാതെ പാല് വിറ്റ് അരി വാങ്ങിക്കണ്ട. യു അണ്ടർസ്റ്റാൻഡ്? സോ ഐ ഹാവ് മണി. അതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് എനിക്ക് കൂട്ടിവെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കി തന്നത് തന്നെ എന്താണ്? ദി ഇൻവെൻഷൻ ഓഫ് മണി. ദാറ്റ്സ് ദ റീസൺ വൈ ഗാഡ് കാൾസ് ഇറ്റ് ആൻ അൺറൈച്ചിയസ് മാമൻ. യുനോ, ഞാൻ കൂട്ടിവെക്കാൻ കഴിയുന്നത് കൊണ്ടുണ്ടായ ദോഷങ്ങൾ കൂടി കൂടി വരുന്നത് നോക്കണം. വെൻ ഐ ഹാവ് മോർ മണി, ഐ എം ബിക്കമിങ് റിച്ച്. ദെൻ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? ആളുകൾ എന്നോട് അസൂയപ്പെടാൻ തുടങ്ങി. അസൂയ, അല്ലെങ്കിൽ അസൂയ ഇല്ലായിരുന്നല്ലോ. ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടാകുന്നില്ല. എനിക്കിപ്പോൾ പണമായിട്ട് കൂട്ടിവെക്കാൻ പറ്റിയതുകൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. എന്ന് തന്നെയല്ല, പണമായിട്ട് കൂട്ടിവെച്ചപ്പോഴത്തേക്ക് കള്ളന്മാർക്ക് അത് വന്ന് കൊണ്ടുപോകാൻ പറ്റി. അല്ലെങ്കിൽ ഇവൻ ഒരു കള്ളം കയറിയാലും എത്ര ലിറ്റർ പാലാ മോട്ടിച്ചുകൊണ്ട് പോകുന്നു? പൈസ ആയതുകൊണ്ടല്ലേ മോഷണം ഉണ്ടാകുന്നത്, ഇല്ലേ? അപ്പോൾ മോഷണം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആളെ കണ്ടുപിടിച്ച് എന്നെ ഉപദ്രവിച്ചവനെ, എൻ്റെ പൈസ എടുത്തവനെ കൊല്ലാൻ തുടങ്ങി. മോഷണമായി, അസൂയയായി, പകയായി, പിണക്കമായി, കൊലപാതകമായി, ഈ സകലവിധ സാധനങ്ങളും സുലഭമാക്കിയ ഒരു മഹാ കണ്ടുപിടുത്തമാണ് എന്ത്? പണത്തിന്റെ കണ്ടുപിടുത്തം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ കാര്യമൊന്നുമല്ല പണം ചെയ്യുന്ന ദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇതിനെ അനീതി ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാന ഇൻവെൻഷനാണ് എന്ത്? ദി ഇൻവെൻഷൻ ഓഫ് മണി. അതുകൊണ്ട് കർത്താവ് അതിനെ വിളിച്ചതിനകത്ത് യാതൊരു അത്ഭുതവും ഇല്ല, യാതൊരു അത്ഭുതവും. ഇറ്റ് ഈസ് അൺറൈച്ചസ് മാമൻ. പക്ഷെ പണം നമ്മളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ പണത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ലൂക്കോസ് 16 അധ്യായത്തിന്റെ തന്നെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തനായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തമായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. കർത്താവ് പറയാണ്, സംടൈംസ് we get more than what we need. ഇതാണല്ലോ പണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. Then what shall we do with it? Share it. And when you share it, people becomes your friends. അനീതിയുള്ള മാമോനെ കൊണ്ട് എന്ത് ചെയ്യുക? സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക. സ്നേഹിതനാകുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കൂടുതൽ അവസരം ഉണ്ടാവുകയാണ്. When somebody is a friend, you are sharing everything that you have with that friend. ഇല്ലേ? So the things that you have is, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണല്ലോ ഒരു പക്ഷേ, അല്ലെങ്കിൽ when we share, somebody is becoming your friend. Okay? പക്ഷേ എൻ്റെ കയ്യിലുള്ള പണം മാത്രമല്ലല്ലോ എൻ്റെ കയ്യിലുള്ളത്. I have greater things. What is it? First of all, നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിത്യജീവന്റെ നദികൾ, റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് ഒഴുകുന്നു. സോ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുള്ള ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം എൻ്റെ ഉണ്ട്. വാട്ട് ഇസ് ഇറ്റ്? നിത്യജീവൻ. പക്ഷെ സ്നേഹിതനിലോട്ടല്ല കൊടുക്കാൻ പറ്റുള്ളൂ. സോ വെൻ സംബഡി ബിക്കംസ് യുവർ ഫ്രണ്ട്, you start sharing everything that you have, including eternal things. So what happens? അവനും നിത്യജീവൻ കൊടുക്കാൻ പോകുകയാണ്, കിട്ടാൻ പോകുകയാണ്. എന്നിട്ട് അത് ഇല്ലാതെയായി പോകുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്, അത് അതിനെക്കുറിച്ചുള്ള ആ സ്റ്റഡീസ് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഡസന്റ് സേസ് അബൌട്ട് മണി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അറിയാമോ? പണം ഇല്ലാതെയാകുമ്പോഴെന്ന് അല്ല, ലൈഫ് ഇല്ലാതെയാകുമ്പോഴെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ when you die, when your life is over, you know what happens? You enter into heaven. And when you are in eternity, you see a lot of friends there. നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ അവിടെ കാണാൻ പറ്റും. അവരെല്ലാവരും നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യം എന്നറിയാമോ? ബ്രദർ, because you spend money for me, I am here. Because you shared gospel with me, I am here. Because you spent your health for me, I am here. ചർച്ചിൽ പോകാൻ എനിക്ക് വയ്യാതിരുന്ന സമയത്ത് എന്നെ താങ്ങിയെടുത്തോണ്ട് നീ നിന്റെ വണ്ടിയിൽ ഇട്ടോണ്ട് പള്ളി കൊണ്ടുപോയി അന്നാ ഞാൻ രക്ഷിക്കപ്പെട്ടത് കേട്ടോ.
ആര് വന്ന് പറയും? നിങ്ങളുടെ സ്നേഹിതൻ ഇറ്റേണിറ്റിയിൽ വന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിഞ്ഞു കാണത്തില്ല. സോ വെൻ യു ഹാവ് മോർ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി, എനിത്തിങ്, ഷെയർ ഇറ്റ് ആൻഡ് മേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ പണത്തിന്റെ നല്ലൊരു ഉപയോഗം, മാമോന്റെ നല്ലൊരു ഉപയോഗം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്ത്? അത് നിത്യതയ്ക്ക് പ്രയോജനപ്രദമാക്കുക, നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ മണി ഇൻ ഹെവൻ. സ്വർഗത്തിന് പ്രയോജനകരമാക്കുക. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്നേഹിതരെ ഉണ്ടാക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. ആൻഡ് ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ ആൻഡ് യു വിൽ ബി ജോയ്ഫുൾ ബിക്കോസ് യുവർ മണി, ഇറ്റ് ബിക്കെയിം എ മീൻസ് ടു സേവ് മെനി പീപ്പിൾ ഫ്രം ദെയർ സിൻസ് ആൻഡ് ദാറ്റ് ഹെൽപ് ദം ടു എൻറ്റർ ഇൻ ടു ഹെവൻ. എത്ര അത്ഭുതകരമായ ഒരു അവസ്ഥയായിരിക്കും അവിടെ ചിലപ്പോൾ. നമുക്ക് തന്നെ എവിടെയാണെങ്കിലും ഉണ്ടല്ലോ, ഈവൻ ഹിയർ, നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾ വിശ്വാസത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു സന്തോഷമല്ലേ? അത് അഹങ്കാരമൊന്നുമല്ല, അതൊരു ഭയങ്കര സന്തോഷമാണ്. വെൻ സംബഡി ഹിയർ, ചിലപ്പോൾ ആളുകൾ ഓരോരുത്തർ ഒരാളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ മറ്റൊരാളുടെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം മുഖേനയാണ് ഞാൻ വിശ്വാസത്തിൽ വന്നെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് നമുക്ക് തന്നെ കേൾക്കുന്ന ഒരു കുളിർമയല്ലേ? അങ്ങനെയാണ് ഇതെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഷെയറിങ് അനേകരുടെ വീണ്ടെടുപ്പിന് കാരണമായി തീരുന്നുവെങ്കിൽ അതൊക്കെ നിത്യതയിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അവിടെ അല്ലേ? നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ ചേർത്തുകൊള്ളും. അവർ നിങ്ങൾക്ക് അവരെ കാണുവാനായിട്ട് കഴിയും. കം അഗെയിൻ. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ഹൃദയം, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ നിക്ഷേപം, നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ പ്യൂരിറ്റിയിൽ നിങ്ങൾക്ക് വളരാൻ പറ്റുമെന്നുള്ളതിന്റെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ്, പ്രായോഗികമായ കൽപ്പനകളാണ്, കമാൻഡ്സ് ആണ് കർത്താവ് ഇവിടെ തന്നുണ്ട്. അതാണ് നമ്മൾ ഗിരിപ്രഭാഷണം എല്ലായിടത്തും കാണുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണർ ആകുവിൻ. ആ സൽഗുണപൂർണതയുടെ പ്യൂരിറ്റിയുടെ ജീവിതം ജീവിക്കാൻ നമുക്ക് നൽകുന്ന പ്രായോഗിക അറിവുകളാണ്, പ്രായോഗിക ചിന്തകളാണ് കർത്താവ്. ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. ഹിസ് ടീച്ചിങ്സ്, പ്രായോഗിക ഉപദേശങ്ങളാണ് കർത്താവ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇറ്റ് സേസ് അബൌട്ട്, ഇത് ഫെയ്ത്ത് മാറ്റർ ആണ് അടുത്തതായിട്ട് പറയുന്നത്. വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആശ്രയത്തിന്റെ കാര്യം. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് അബൌട്ട് ദ ബിയാറ്റിറ്റ്യൂഡ്സ്. ബിയാറ്റിറ്റ്യൂഡ്സിൽ നമ്മൾ കാണുന്നത് ശിഷ്യനാകുന്ന വ്യക്തിക്കുള്ള അനുഗ്രഹീതമായ അവസ്ഥയാണ്. ദൈവരാജ്യം അവന്റെയാണ്, അവന് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. രണ്ടാമത് നമ്മൾ കണ്ടത് സോൾട്ട് ആൻഡ് ലൈറ്റ് പറയുമ്പോഴത്തേക്ക് ഈ അനുഗ്രഹീത അവസ്ഥയിൽ കടന്നു വന്ന വ്യക്തി എങ്ങനെ അവന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മിഷന് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവന്റെ ദൗത്യം എന്താണ്. അവൻ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാകുന്നു. അപ്പോൾ ശിഷ്യൻ അനുഗ്രഹീതനാണ്. ആ അനുഗ്രഹീതനായ ശിഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിനാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത് പോലെ ഇവന്റെ ജീവിതത്തിലുള്ള വളർച്ചയുടെ, അവൻ വളർന്ന് ഒരു ശിഷ്യൻ വളർന്ന് ആരെ പോലെ ആകണം? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകണം. ഇതൊരു ഒരു ഗ്രോത്ത് ആണ്. ഇതിങ്ങനെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇത് പഠിപ്പിക്കുന്നത്. ആ സൽഗുണപൂർണ്ണതയിൽ നിങ്ങൾ വളരണമെങ്കിൽ, ഫൈനലി നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ, അതായത് എന്താണ് നമ്മുടെ ലക്ഷ്യം? സൽഗുണപൂർണ്ണനായ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാവരെയും പോലെ ആയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൽഗുണപൂർണ്ണനായ പിതാവിനോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് ആയിരിക്കണം, സെപ്പറേറ്റ് ആയിരിക്കണം. ദാറ്റ്സ് ദ റീസൺ വൈ ഐ സേ ദ സെർമൺ ഓൺ ദ മൗണ്ട്, ഇറ്റ് ഈസ് ക്ലിയർലി ഇറ്റ് സേസ് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. വേർപാടിന്റെ കൃത്യതയുള്ള ഉപദേശമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആരിൽ നിന്നൊക്കെ വേർപെട്ടവരായിരിക്കണം? നിങ്ങൾ ശാസ്ത്രിമാരിൽ നിന്ന് വേർപെട്ടവനായിരിക്കണം, ജാതികളിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം, പരീശന്മാരിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. ശാസ്ത്രിമാരിൽ നിന്ന് വേർപെടുമ്പോൾ എന്താണ്? അവർ നിയമത്തെ അതിന്റെ പുറന്തോടുകളിൽ കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഹൃദയത്തിന്റെ പ്യൂരിറ്റിയിലേക്ക്, അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്വർഗസ്ഥ പിതാവിനെ പോലെ പ്യൂർ ആകണമെങ്കിൽ ശാസ്ത്രി പറയുന്നത് പോലെ, അല്ലെങ്കിൽ ശാസ്ത്രിയോ പരീശനോ ജീവിക്കുന്നത് പോലെ പുറംതോടുകളിൽ നിങ്ങൾ നിയമങ്ങൾ അനുസരിച്ചാൽ പോരാ. You need to have a pure heart. നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് ഷുഡ് ബി പ്യുവർ, ഏറ്റവും ആഴത്തിൽ, പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. അങ്ങനെ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, അതിനോട് ചേർന്ന് നിങ്ങളുടെ
റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പരീക്ഷനിൽ നിങ്ങൾ വേർപെട്ടവരാകുമ്പോൾ ഇറ്റ് സെയ്സ് അബൌട്ട് എ പ്യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഹെവൻലി ഫാദർ. പരീക്ഷന് വാസ്തവത്തിൽ അവന്റെ റിലേഷൻ കറക്റ്റ് അല്ല, പിതാവുമായിട്ടുള്ള റിലേഷൻ കറക്റ്റ് അല്ല. അങ്ങനെ റിലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എന്താണ്, അവനെ പോലെ വളർന്നാൽ നമുക്ക് എന്താകാൻ പറ്റത്തില്ല, സ്വർഗസ്ഥ പിതാവിന്റെ പ്യൂരിറ്റിയിൽ വളരാൻ കഴിയത്തില്ല. നിങ്ങളുടെ നീതി പരീക്ഷന്റെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. So we were talking about the purity of heart and the purity in our relationship with our heavenly Father. And now we say about a pure trust. ഒരു ശുദ്ധമായ ആശ്രയം ജാതികളിൽ നിന്നുള്ള വ്യത്യാസമാണ്. ജാതികളുടെ ആശ്രയം അവരിൽ തന്നെയോ അവരുടെ കാര്യങ്ങളാണ്. അതാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പ്രസക്തമാണ്. മോളിൽ എന്താണ് പറഞ്ഞത്? മോൾ പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പോൾ ഭൂമിയിലെ നിക്ഷേപം നശിക്കുന്നതായതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് കേടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. 23-ാം വാക്യം നമ്മളത് കണ്ടത് അതാണ്. അതുകൊണ്ട് കണ്ണ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് കേടുള്ളതാണെങ്കിൽ ശരീരവും ജീവിതവും ഭാവിയും ഇരുളടഞ്ഞായിരിക്കും എന്നതുകൊണ്ട്, അപ്പോൾ ഭൂമിയിലെ നിക്ഷേപം നശിച്ചു പോകുന്നതായതുകൊണ്ട് ചൊവ്വില്ലാത്ത അല്ലെങ്കിൽ സിംഗിൾ ഐ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭാവിയും എല്ലാം ഇരുളടഞ്ഞതായിരിക്കുന്നത് കൊണ്ട് ധനമോഹിയെ പോലെ മാമോന്റെ അടിമയായി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആശ്രയം പണത്തിൽ വെക്കാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആശ്രയം പണത്തിലോ ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യത്തിലോ വെക്കാനായിട്ട് പറയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ട്രസ്റ്റ് പൂർണ്ണമായും ദൈവത്തിലായിരിക്കണം. പാസേജ് തുടങ്ങുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് കുടിക്കും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വറി ചെയ്യാൻ പാടില്ല, ആകുലപ്പെടരുത്. ചിന്തിക്കരുതെന്ന വാക്കല്ല, കുറെ കൂടെ ആഴമുള്ള വാക്കവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആകുലപ്പെടരുത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് ആകുലത. ഇന്ന് ഇത്രയും ടെൻഷൻസ് എല്ലാം നമുക്ക് വരുന്നത് എന്താണ്? നമുക്ക് ആകുലതയാണ്. തിങ്കിങ് അല്ല. വി നീഡ് ടു തിങ്ക് വാട്ട് വി ഷാൽ മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ എന്തോ ഉണ്ടാക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എന്തായി തീർന്നു? ആകുലതയായി. എന്താ ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചാൽ ചിന്തയാകുന്നുള്ളൂ. ആ ടോണൊന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായി പോകും? ആകുലതയായി പോകും. കാര്യം ചിന്തയും ആകുലതയും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞ ഒരു ഞാണിന്മേൽ കളിയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ആ ഞാണിന്മേൽ കളിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നേരെ ആകുലതയിലേക്ക് വീണു പോകാനായിട്ട് പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ആകുലപ്പെടാതിരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നേരെ നടന്നോളും എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. നമ്മൾ ആകുലപ്പെടുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും നടക്കുന്നില്ല. ഇല്ലെങ്കിലും ഇതൊക്കെ നടന്നോളും. നമ്മൾ ആശങ്കാകുലരായില്ലെങ്കിലും കാര്യങ്ങൾ നടന്നോളും. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും സവിശേഷതയുള്ളവരല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് വളരെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നറിയാമോ? എടാ, ആകാശത്തിലെ പറവകളെ നോക്ക്, അത് വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവുക. വേദത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ പറവകളെ എല്ലാം കർത്താവ് സൂക്ഷിച്ചോളും. നമ്മൾ തന്നെ കിടന്ന് വെറുതെ പണിയെടുക്കുന്നതെന്ന്. ആകാശത്തിലെ പറവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ പണിയെടുക്കാതിരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പക്ഷി രാവിലെ 9 മണിക്ക് മരത്തേക്ക് ഉറക്കം തൂങ്ങി കൂർക്കം വലിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മൂങ്ങ വല്ല ഇരിക്കുമായിരിക്കും. അല്ലാതെ വേറൊരു പക്ഷി എന്ത് ചെയ്യുന്നില്ല, രാവിലെ 9 മണി വരെ ഉണരാതെ ചുമ്മാ കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കമാണ്. അപ്പൊ രാവിലെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നതല്ല, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ അറിയണം, പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശത്തിലെ പറവകൾ അധ്വാനിക്കുന്നുണ്ട്. അത് ആഹാരം ചെന്ന് തേടി കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല? കൂട്ടിവെക്കുന്നില്ല, നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. കാരണം അതിനറിയാം, ഞങ്ങൾക്ക് ഭക്ഷണം തരാനായിട്ട് ആരുണ്ട്? സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. ആ ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് ആകുലപ്പെടുന്നത്.
രണ്ട് കുരുവികൾ തമ്മിലുള്ള ഒരു സംഭാഷണം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുരുവി മറ്റേ കുരുവിയോട് ചോദിച്ചു, എടാ ഈ മനുഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആങ്ഷ്യസ് ടോയിൽ, നമ്മൾ സാംസ് 127 വായിക്കുമ്പോൾ ആങ്ഷ്യസ് ടോയിൽ, ഈ ആകുലതയോടെയുള്ള അധ്വാനം കണ്ടു കഴിഞ്ഞാൽ എന്തുവാ യുവമാരിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഉടനെ മറ്റേ കുരുവി പറഞ്ഞു, അതെ നിനക്ക് അങ്ങനെ പറയാം, നമുക്ക് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മളെ സംരക്ഷിക്കാൻ ആരുണ്ട്? ഒരു സ്വർഗസപിതാവുണ്ട്. ഈ പാവങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടല്ലേ ഇവന്മാരി കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. അവൻ നമ്മുടെ ഈ ആകുലതകളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ പാവം കുരുവികൾ പോലും ചിരിച്ചു പോകും. കാര്യം അവർ ചിന്തിക്കുന്നതിനെന്നറിയാമോ? ഈ പാവങ്ങൾക്ക് ആരില്ല, അവരെ സംരക്ഷിക്കാൻ ഒരു സ്വർഗസ്ഥ പിതാവ് ഇല്ല എന്നുള്ള ചിന്തയാണ്. We have a heavenly father. Certainly he is caring for us. So there is no need to worry. But that doesn't mean that you should not work. Work is needed. Toil is needed. But anxious toil is not needed. അധ്വാനം ആവശ്യമാണ്, പക്ഷേ ആകുലതയോടെയുള്ള അധ്വാനം ആവശ്യമില്ല. ആകുലത ഒരു കാരണവശാലും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ആകുലതയുടെ ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആകുലപ്പെട്ടതുകൊണ്ട് പ്രയോജനമില്ലെന്നുള്ളതാണ്. ബാക്കിയുള്ള എന്തോ കാര്യം ചെയ്താലും എന്തെങ്കിലും ഒരു ഗുണമുണ്ട്, പക്ഷേ ആകുലപ്പെട്ടുകൊണ്ട് എന്തോ ഇല്ല, ഒരു പ്രയോജനവുമില്ല. അവിടെ തന്നെ കർത്താവ് പറയാണ്, വേഴ്സ് 27, വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ മുഴത്തോടെ ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? ഇപ്പൊ ഞാൻ ഇനിയിപ്പോ എത്ര പരിശ്രമിച്ചാലും കുറച്ചുകൂടെ നീളം, എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ടാൻസാനിയയിലുണ്ട്, 6'9". ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഞാൻ ഓർക്കും, എൻ്റെ ദൈവം എനിക്ക് ഇച്ചിരൂടെ നീളം ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ ഞാൻ ഇനി വിചാരപ്പെട്ടിട്ട് എന്തോ എടുക്കാനാ? സിയാമെന്ന് പറഞ്ഞു, എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ് ക്യാപ്റ്റൻ സിയാമെന്ന് പറഞ്ഞു. ഹി വാസ് എ ക്യാപ്റ്റൻ. സിയാമെ കാണുമ്പോഴെല്ലാം ഞാനിങ്ങനെ നിന്ന് നോക്കും, ഒരു എന്താ, ഐ റിയലി ലൈക്ക് ഹിം, ഇറ്റ്സ് എ വെരി ഗുഡ് ഗായ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും കാര്യം വല്ലതും ഉണ്ടോ? വിചാരപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നീളത്തോട് ഒരു മുഴുവൻ കൂട്ടാൻ എനിക്ക് കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ആകുലതയുടെ ഏറ്റവും വലിയ പ്രശ്നം ആകുലപ്പെട്ടതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആകുലപ്പെട്ട എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. നോ, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പൊ വറി ചെയ്തതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വറി അല്ല ആവശ്യമായിരിക്കുന്നത്, ട്രസ്റ്റാണ് ആശ്രയമായിരിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ഗാഡ്. ആശ്രയിക്കുക. ആശ്രയിക്കുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ നടക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. വെൻ യു ട്രസ്റ്റ് ഇൻ ഗാഡ്, ഇറ്റ് ഹാപ്പൻസ്. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. എത്രയോ സമയം ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കർത്താവ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഗാഡ് ഡസ് ഇറ്റ്. യു ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗാഡ് ആൻഡ് ഗാഡ് ഡസ് എവ്രിതിങ് that you need in his time. So God is a God who provides everything that is needed for us. You just trust in him. worry ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. worries കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഇവിടെ കർത്താവ് വീണ്ടും പറയുന്നത്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലിയതല്ലോ. നമ്മുടെ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. പ്രയോറിറ്റി ഒരിക്കലും ഉടുപ്പല്ല വലുത്. ഒരു ബുള്ളറ്റും കൊണ്ട് ഞാൻ പോയി എവിടെയെങ്കിലും മറിഞ്ഞു വീണ് എൻ്റെ കൈ 3 ഒടിഞ്ഞു, തോള് ഇവിടെ താഴെ മുഴുവൻ അങ്ങ് കീറി, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഡോക്ടർ ചോദിച്ചു എന്തോ പറ്റി? എൻ്റെ ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചൊരു വാൻ ഹുസൈൻ്റെ ഷർട്ടാ, അത് മുഴുവൻ കീറിപ്പോയെന്നാണ് ഞാൻ പറയുന്നത്. കൈ 3 ഒടിഞ്ഞ് പുറം മുഴുവൻ പൊളന്നിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്നോട് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചൊരു വാൻ ഹുസൈൻ്റെ ഷർട്ടാ, അത് മുഴുവൻ കീറിപ്പോയി ബ്രദർ എന്ന് ഞാൻ പറയുമോ? ഇല്ല. Now I am worried about my body because പ്രയോറിറ്റിയിൽ ഉടുപ്പല്ല വലുത്. എന്താണ്? ഇറ്റ് ഈസ് മൈ ബോഡി. ആഹാരമല്ല വലുത്, എൻ്റെ ജീവനാണ്. ഈ പ്രയോറിറ്റി സെറ്റിംഗില് ഒടുവിലേറ്റ് കർത്താവ് വരികയാണ്. യുവർ പ്രയോറിറ്റി, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? ആ പ്രയോറിറ്റി അവിടെ ആത്യന്തികമായിട്ട് കർത്താവ് പഠിപ്പിച്ചു വരുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി എന്ന് ശിഷ്യനോട് പറയുകയാണ്. Your priority is not food. Your priority is not your drink. Your priority is not your dress. Your priority is not your house. Your priority is not your vehicle. Your priority is the kingdom of God and its righteousness. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? If you worry for something, I am not using the word worry, but what is your concern? എൻ്റെ കൺസേൺ എന്താണ്? എന്റെ കൺസേൺ എന്തല്ല?
എൻ്റെ ശരീരമോ എൻ്റെ സുഖങ്ങളോ എൻ്റെ സൗകര്യങ്ങളോ എൻ്റെ കാറോ എൻ്റെ വീടോ അല്ല. വാട്ട് ഈസ് മൈ കൺസേൺ? It is not just for the evangelists or pastors or missionaries. I say to everybody who is a disciple, what is the concern of a disciple? The concern is something big. It is the kingdom of God and His righteousness. ദൈവരാജ്യവും അവന്റെ നീതിയുമാണ് നമ്മളുടെ പ്രയോറിറ്റി. വേറെ ഒന്നും അല്ല നമ്മുടെ പ്രയോറിറ്റി എന്ന കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. When that is your concern, then all these things will be added unto you. All these എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയങ്ങ് വിശാലമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്? ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. അത് ആവശ്യമെന്ന് സ്വർഗസ്വനായ പിതാവ് അറിയുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് നിങ്ങൾ എന്താണ്? സീക്ക് ye first the kingdom of God and its righteousness. നിങ്ങൾ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ കഴിക്കാനും കുടിക്കാനും ഇതൊക്കെയും എന്തൊക്കെ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, യുവർ ബേസിക് നീഡ്സ്, ഗാഡ് നോസ് ഇറ്റ്. നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് നിർവഹിച്ചു തന്നിരിക്കും. നിങ്ങൾക്ക് കാർ ഒരു നീഡാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവ് ഒരു കാർ തന്നിരിക്കും. നീഡാണെങ്കിൽ. ഗ്രീഡാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ഗാഡ് നെവർ സെഡ് that I will supply all your greeds. What the Bible says, my God shall supply all your needs according to His riches in glory. Needs. If it is your need, then God knows it. അത് ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ വന്യമോഹങ്ങൾ കിട്ടുന്ന കാര്യമല്ല. നിങ്ങളുടെ നീഡ് എന്താണ് അത് നൽകാൻ. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ നീഡ് പോലുമല്ല. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ കിങ്ഡം ആൻഡ് ഇറ്റ്സ് റൈച്ചസ്നെസ്. ഇനി 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് നിങ്ങൾ വിധിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നതിനേക്കാൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളെ തന്നെ നന്നാക്കാനാണ്. നിങ്ങളുടെ കണ്ണിൽ കോലിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളുടെ കണ്ണിലെ കരട് മാറ്റാനായിട്ട് അധികം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾ എന്ത് വേണം? ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം നന്നാകണം. നിങ്ങൾ ആരെയാണ്, നിങ്ങൾ നന്നാകാതെ ആരെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ടീച്ച് യുവർ സെൽഫ്. ദൈവരാജ്യത്തിലെ ഒരു ശിഷ്യന്റെ പ്രത്യേകത അവൻ പഠിക്കുന്നവനാകണമെന്നാണ്. അവൻ പഠിക്കുന്നവനാകണം. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ പഠിക്കുന്നവനാകണം. ഞാനൊരു സ്റ്റോറി പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ചേട്ടനും അനിയനും കൂടെ, ചേട്ടനും അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനും തമ്പിയും ഒരിടത്ത്, നോ ഇറ്റ്സ് നോട്ട് റിയൽ ബ്രദേഴ്സ്, അവർ അണ്ണനും തമ്മിയും കൂടെ ഒരിടത്ത് നിൽക്കുന്ന കൂട്ടത്തിൽ സ്കൂട്ടറിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പം അണ്ണൻ ചോദിച്ചു, എടാ തമ്പി, നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമോ? അണ്ണേ അവൻ പറഞ്ഞു, എന്തിനണ്ണ, എനിക്കിതൊന്നും അറിയത്തൊന്നുമില്ല. അണ്ണ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, എന്നാ താക്കോല് പിടി. എന്നിട്ട് അവനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇത് ഈ കീ ഹോളിൽ ഇട്ടിട്ട് നീ തിരിക്കണം, അപ്പം നിന്റെ ഹാൻഡിൽ തിരിക്കാനായിട്ട് പറ്റും, ആൻഡ് സ്റ്റാൻഡ് നടക്കണം, എന്നിട്ട് നീ കിക്ക് ചെയ്യണം. അപ്പം എല്ലാം കാണിച്ചു കൊടുത്തു. കിക്ക് ചെയ്തു, ഇത് ന്യൂട്രലായിരിക്കണം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കയറിയിരുന്നു, ഫസ്റ്റ് ഗിയർ ഇട്ടു, മുന്നോട്ട് കുറച്ച് മൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ഗിയർ ഇടാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓർത്തോണം, എന്താണ് ക്ലച്ച് റിലീസ് ചെയ്യുന്ന അനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കണം. ഇതെല്ലാം പറഞ്ഞു. ചെറുക്കൻ തമ്പി നന്നായിട്ട് ഓടിച്ചു. ഒരു 5-6 കിലോമീറ്റർ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ചായക്കട കണ്ടു. നിർത്തലാന്ന് പറഞ്ഞു ഒരു ചായ കുടിച്ച് കഴിഞ്ഞപ്പം അനിയൻ പറഞ്ഞു, അണ്ണാ ഇത്രയും നേരം ഞാനല്ലേ ഓടിച്ചേ, ഇനി അങ്ങോട്ട് പോകുമ്പം അണ്ണൻ തന്നെ അങ്ങ് ഓടിച്ചോ. അയ്യോടാ മോനെ, എനിക്കിതൊന്നും ഓടിക്കാൻ തന്നെ ഒന്നും അറിയത്തില്ല, എനിക്കിത് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. ഇപ്പൊ പല ആളുകളുടെയും പ്രശ്നം ഉണ്ടെന്നറിയാമോ? ഭയങ്കര പഠിപ്പീരാണ്, പക്ഷെ ഓടിക്കാൻ അറിയത്തില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. എന്താ? എല്ലാം ആളുകളെ പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ കർത്താവ് പറയാണ്, ആദ്യം നിന്റെ കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് മതി. എന്തെന്ന്? മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് മാറ്റാനൊക്കെ നീ പരിശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല എന്ന് കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ട് കളയരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുത്. അത് ട്രാമ്പിൾ ചെയ്തിട്ടോടി നിങ്ങളെ തന്നെ കുത്താൻ വരുമെന്നാണ് പറയുന്നത്. ഇതൊരു വലിയൊരു ഫാക്റ്റാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നീഡ് മനസ്സിലാകാത്ത ഒരാളെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരാളെ കൗൺസിൽ ചെയ്യണമെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കാത്ത ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൗൺസിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരാൾ വാദിക്കാനും തർക്കിക്കാനും വരുന്നെന്ന് വെക്കുക. വാദിക്കാനോ തർക്കിക്കാനോ വരുന്ന ഒരാളോട് നോർമലി ഐ ഡോണ്ട് സ്പീക്ക് ടു ദം. വൈ? അവര് സംശയത്തോടെ അല്ല വരുന്നത്, കൺവിക്ഷൻസോടെയാണ് വരുന്നത്.
അവർ ഓൾറെഡി അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് സംശയിക്കുന്ന, യൂദായുടെ ലേഖനത്തിന്റെ വാക്യമുണ്ട്, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ. കാര്യം എന്നറിയാമോ? സംശയിക്കുന്നവരോടെ കരുണ കാണിക്കാൻ പറ്റൂ. ഇവന് സംശയമില്ല. എന്തിനാ വരുന്നത് തന്നെ? നമ്മളെ വാദിച്ച് തോപ്പിക്കാനാണ് വരുന്നത്. ഡിഫറൻസ് മനസ്സിലായല്ലോ? അങ്ങനെയുള്ളവരുടെ അടുത്ത് വാദിക്കാൻ പോകരുത്. കർത്താവ് പറയാണ്, ഒരു ശിഷ്യന്റെ ചുമതല വാദിച്ചും തർക്കിച്ചും ജയിക്കുക എന്നുള്ളതല്ല. അവർക്കതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഒരുവൻ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ അവന് ദൈവരാജ്യം ഒരു ആവശ്യമായിട്ട് തോന്നത്തുള്ളൂ. ആത്മാവിൽ ദരിദ്രനല്ലാത്ത ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. ലീവ് ദം. ഇംഗ്ലീഷിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, അതിന്റെ മലയാളം ഭാഷ പറഞ്ഞതാണ്, നിങ്ങൾ പന്നിയെ പാട്ട് പഠിപ്പിക്കാൻ പരിശ്രമിക്കരുതെന്ന്. പന്നിയെ പാട്ട് പഠിപ്പിക്കാൻ, യുനോ ദാറ്റ്, പന്നിയെ നിങ്ങൾ പാട്ട് പഠിപ്പിക്കാൻ പരിശ്രമിച്ച, പന്നി പാടുന്നൊക്കെ നിങ്ങൾ ഒന്ന് ഭാവനയിച്ച് കണ്ടു നോക്ക്. പന്നിയെ പാട്ട് പഠിപ്പിക്കാൻ പരിശ്രമിച്ചാൽ രണ്ട് കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തുകയാണ്. കാര്യം ജന്മം ചെയ്താൽ പന്നി എന്ത് ചെയ്യത്തില്ല? പാട്ട് പഠിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം മെനക്കെടുത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പന്നിയുടെ സമയം മെനക്കെടുത്തുകയാണ്. കാര്യം അതുമെല്ലാം തിന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് വെറുതെ അതിനെ പിടിച്ച് പാട്ട് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സമയം വെറുതെ കളയാമെന്നുള്ളതല്ലാതെ വേറെ നിങ്ങളുടെ സമയം കളയാണ്, അതിന്റെ സമയം കളയാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ സംശയങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ എന്താണ്, നിങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കുന്നത്. വാദിക്കാനും തർക്കിക്കാനും വരുന്ന ഒരു വ്യക്തിയോട് വാദത്തിനും തർക്കത്തിനും പോകുന്നത് ആവശ്യമില്ലെന്നാണ് ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാരോടുള്ള ഉപദേശത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവനെ നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷെ വാദിക്കാൻ പോകാൻ പാടില്ല. യാതൊരു രീതിയിലുള്ള പ്രയോജനമില്ലാത്ത വാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞിരിക്കണമെന്നാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ശരി, റൈറ്റ്. അതുകൊണ്ട് ഒരാൾ നിങ്ങൾ അവരുടെ ഹൃദയം നോക്കുക. അയാളുടെ ഹൃദയത്തിൽ ശരിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ, ഇതിനകത്ത് സത്യമുണ്ടോ എന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് അറിയാമല്ലോ. വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അയാൾ ആഗ്രഹത്തോടെയാണോ വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതായ കാര്യമില്ല. ഫൈനലി 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം കൂടെ പറഞ്ഞ് അത് മൊത്തമായിട്ട് പറയുന്നു. യു നോ വാട്ട് ഈസ് റിട്ടൺ ദെയർ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എന്നാണ് മത്തായിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ലൂക്കോസിന് വിഷയം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വരുമ്പോൾ തന്നോട്, ഈ സെയിം പാസേജ് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. സോ നന്മ എന്നിവിടെ പറയുന്നത് പരിശുദ്ധാത്മാവാണ്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ബാക്കി ഏത് കാര്യവും ചോദിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. എനിക്കിപ്പം 5 കാർ തരണേ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്തിനാണ് 5 കാർ? നിനക്ക് ഒരെണ്ണം പോരെ? എനിക്കിപ്പോൾ 5 കാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ നീഡ്. കർത്താവ് എനിക്കൊരു 12 വീട് തരണേ കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് നിനക്കെന്തിനാ 12 വീട്? കാര്യം എനിക്കത് ആവശ്യമില്ല. എൻ്റെ നീഡ് മാത്രമേ, നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ഗ്രീഡ്സ് പറ്റത്തില്ല, എക്സ്ട്രാ ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ വെൻ യു സീക്ക് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ആത്മാവിനെ അളവ് കൂടാതെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാമെന്ന്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നവനായ ദൈവം നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും കല്ല് കൊടുക്കത്തില്ല. നമ്മുടെ മക്കൾ മീനിനെ ചോദിച്ചാൽ നമ്മൾ പാമ്പിനെ കൊടുക്കത്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. കൊടുക്കുമോ? കൊടുക്കത്തില്ല. ചോദിച്ചതല്ല ഇരിക്കട്ടെ എന്ന് പറയുമോ? ഇല്ല. എൻ്റെ ബ്രദറിൻ്റെ മോൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെറുക്കൻ നോക്കിയിരിക്കുക, ഒരു കുഴിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം വന്ന് ചോദിച്ചു, എന്താ പറയാ? ഞാൻ കണ്ട ഒരു പാമ്പ് അങ്ങോട്ട് പോകുന്നത്, ഞാൻ നോക്കുക, അത് വരുമ്പം പിടിക്കാതിരിക്കുക. ഞാൻ 2.5 വയസ്സം കണ്ടേ ഉള്ളതാണ്. ഞാനിങ്ങോട്ട് വരുമ്പം പിടിക്കാതിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ട് അപ്പൻ എന്നാ പിന്നെ മോനൊരു മൂർഖൻ പാമ്പിനെ അപ്പം തരാം, അവിടെ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുമോ? ഇല്ല. റൈറ്റ്. മനുഷ്യൻ
മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ലെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മക്കൾ പാമ്പിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത്. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കത്തില്ല, മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല, സമ്മതിച്ചു. പക്ഷേ തേളിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ മിക്കപ്പോഴും ചോദിച്ചതൊക്കെ പാമ്പും തേളും ഒക്കെയാ. അതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. അവനൊരു നല്ല പിതാവായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചോദിച്ചതൊക്കെ തരാതെ നമ്മളെ സൂക്ഷിച്ചു. അതുകൊണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതോർത്ത് മാത്രമല്ല ഞാൻ സ്തോത്രം ചെയ്യേണ്ടത്, കർത്താവേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തതിനായും നിനക്ക് സ്തോത്രം എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്നാൽ ആത്യന്തികമായി ഇഫ് യു ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്, അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട്, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ദിസ് ഇസ് ദ ഗോൾഡൻ റൂൾ. മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോട്ടെ, ഐ വിൽ ടെൽ ഇറ്റ് മോർ സിംപ്ലി. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നോ അത് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ദാറ്റ് ഇസ് എ റിയൽ മീനിങ്. എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഈ സാഹചര്യത്തിൽ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഈ സാഹചര്യത്തിൽ ഞാൻ സപ്പോസ് ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് നടക്കുകയാണ്, രണ്ടുപേരെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു ബിസിനസ് എന്തും ആയിക്കോട്ടെ, ഞാനായിരുന്നെങ്കിൽ ഞാൻ എനിക്കെടുക്കുമായിരുന്നോ? അത് ഞാൻ എനിക്കെടുക്കുകയല്ല. എനിക്കിഷ്ടമുള്ളത്. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞത്, എന്താണ് നിനക്ക് വേണ്ടത്? അച്ഛൻ ഇഷ്ടമുള്ളെങ്കിൽ എന്നാ മതി എന്ന് പറഞ്ഞു. ഏതാണ്ട് ചില്ലറ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, ഇതാണ് അച്ഛൻ ഇഷ്ടമുള്ളത്? അവൻ പറഞ്ഞെന്താണ്? അച്ചായൻ ഇഷ്ടമുള്ളത് എനിക്ക് തന്നാൽ മതി എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ അച്ചായന് തോന്നുന്നു തരാനല്ല, അച്ചായൻ എന്തോ എടുക്കുമായിരുന്നു, അച്ചായൻ ഇഷ്ടമുള്ളത്. ഇതേപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കേണ്ടത്. എനിക്കിഷ്ടമുള്ളത് എന്താണോ അത് ഞാൻ ആർക്ക് കൊടുക്കണം? അപരന് കൊടുക്കണം. ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നോ അത് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോഴാണ് ഞാൻ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആയിത്തീരുന്നത്. അതിനോട് ചേർന്ന്, ഇതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ദിസ് ഈസ് ദ ലോ ആൻഡ് പ്രോഫറ്റ്സ്. ഇതാണ് ന്യായപ്രമാണത്തിന്റെ അന്തസത്ത. ഞാൻ എനിക്ക് എന്ത് ചെയ്യുമോ അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോഴെന്താ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ തൽക്കാലത്തേക്ക് ഒരു വിരാമത്തിൽ വരികയാണ്. ഇവിടെ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കണം. ഒരു ശിഷ്യൻ അനുഗ്രഹീതനാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഹാസ് എൻറ്റേർഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹി ഈസ് പൂർ ഇൻ ദ സ്പിരിറ്റ്. അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. Theirs is the kingdom of God. Blessed are the poor in spirit, theirs is the kingdom of God. അവന് ദൈവരാജ്യം കിട്ടുമെന്നല്ല, അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. അതിനോട് ചേർന്ന് അനുഗ്രഹ വചനങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ കർത്താവ് പറയാണ്. We are blessed people. We are blessed people because we are born into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഏതൊരു ശിഷ്യനും അനുഗ്രഹീതനാണ്. എന്നാൽ ആത്മാവിൽ ജനിച്ച് ആത്മാവിനെ പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് അനുഭവിച്ച് നമ്മൾ ഇവിടെ തന്നെ അവസാനിക്കാൻ വേണ്ടിയല്ല. പ്രത്യുത നമ്മുടെ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് തന്നതുപോലെ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണം. ഒരു ശിഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല, ഒരു ശിഷ്യൻ അനുഗ്രഹിക്കുന്നവനുമാണ്. അവൻ ശപിക്കപ്പെട്ട ലോകത്തെ അനുഗ്രഹിക്കാൻ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെ? ഭൂമിയുടെ ഉപ്പായിക്കൊണ്ട്, ലോകത്തിന്റെ വെളിച്ചമായിക്കൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ ലോകത്തിലേക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ലോകത്തിന് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. എന്നാൽ അതേസമയം ശിഷ്യന് ദൈവരാജ്യം സ്വന്തമാണെങ്കിലും ശിഷ്യന് ചെയ്യുവാനൊരു ദൗത്യമുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, നമുക്ക് എത്തിപ്പിടിക്കാനൊരു ലക്ഷ്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ. 1, ശിഷ്യന് ദൈവരാജ്യം സ്വന്തമാണ്. 2, ശിഷ്യന് ചെയ്യാനായിട്ടൊരു ദൗത്യമുണ്ട്. ശിഷ്യന് അനുഗ്രഹമുണ്ട്, ദൈവരാജ്യം അവൻ്റെ സ്വന്തമാണ്. അവന് ചെയ്യാനൊരു ദൗത്യമുണ്ട്. ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന, ഭൂമിയുടെ ഉപ്പായിക്കൊണ്ട്, ലോകത്തിന്റെ വെളിച്ചമായിക്കൊണ്ട് അതിനെ പകരുക എന്നുള്ളത്. 3, ശിഷ്യന് എത്തിപ്പിടിക്കാനൊരു ലക്ഷ്യമുണ്ട്.
എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? എൻ്റെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ഞാനും സൽഗുണപൂർണനാവുക. എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ വിശുദ്ധി, പ്യൂരിറ്റി, അതാണ് എനിക്ക് എത്തിപ്പിടിക്കുവാനൊരു ലക്ഷ്യം. അങ്ങനെ ഈ സ്വർഗീയ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് ഞാൻ എത്തിപ്പിടിക്കാൻ വളരണമെങ്കിൽ എനിക്ക് സാധാരണ ജീവിതം പോരാ, ഞാൻ വ്യത്യസ്തനായേ പറ്റുകയുള്ളൂ. അവിടെയാണ് ഇതൊരു ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വേർപാടിൻ്റെ ഉപദേശമാണെന്ന് പറയാൻ കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ല, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകാൻ പാടില്ല. ശാസ്ത്രിമാരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. കാരണം ശാസ്ത്രിമാർ കൊടുക്കുന്ന നിയമങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ പുറമേയുള്ള ശുദ്ധി മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് സ്വർഗസ്വപിതാവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആക്ഷൻസിൻ്റെ ശുദ്ധിയല്ല, അതിനപ്പുറത്ത് അതിൻ്റെ മോട്ടീവ്സ് and the motivation behind the motives and also the motivation behind the motives of the motives, അങ്ങോട്ട് പുറകോട്ട് പോയി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണ ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയോട് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതെങ്ങനെയാണ്? നമ്മൾ പാപികളായിരുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം അടിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് ഫോർഗീവ്നെസ് പല സമയത്തും നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഫോർഗീവ്നെസ്സിനപ്പുറത്ത് ക്ലെൻസിങ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ക്ലെൻസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലെൻസിങ്, പൂർണ്ണമായിട്ട് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം കർത്താവ് ശോധന ചെയ്ത് എൻ്റെ കോൺഷ്യസ് മൈൻഡിനെ മാത്രമല്ല, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആഴത്തിൽ കിടക്കുന്ന എല്ലാ കയ്പിനെയും മാറ്റി അതിനെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് കർത്താവിൽ നിന്ന് ക്ലെൻസിങ് പ്രാപിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തായിത്തീരാൻ പറ്റുന്നത്? സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് വളരാനായിട്ട് എനിക്ക് കഴിയുന്നത്. അങ്ങനെയാണ് ശാസ്ത്രിമാരുടെ ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, ശാസ്ത്രിമാരുടെ ജീവിതത്തിന് വ്യത്യസ്തമായൊരു ജീവിതം എനിക്ക് ഉണ്ടാകുന്നത്. ശാസ്ത്രിമാർ പുറമേ ഉള്ളത് മാത്രം നോക്കുന്നു. പരീശന്മാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനായിരിക്കണമെന്ന് നമ്മൾ കണ്ടു. പരീശന്റെ ഭക്തി മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ റിലേഷൻ പ്യുവർ അല്ല, ശാസ്ത്രിയുടെ ഹൃദയം പ്യുവർ അല്ല, പരീശന്റെ ബന്ധം പ്യുവർ അല്ല. അപ്പോൾ ഞാൻ ശാസ്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനായി ഹൃദയത്തിൻ്റെ പ്യൂരിറ്റി സൂക്ഷിക്കുന്നു, പരീശനിൽ നിന്ന് വ്യത്യസ്തമായി റിലേഷൻ്റെ പ്യൂരിറ്റി സൂക്ഷിക്കുന്നു. പരീശനെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഇടപെടുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധം ആരുമായിട്ടാണ്? രഹസ്യത്തിൽ കാണുന്ന എൻ്റെ സ്വർഗസ്ഥ പിതാവ്. അവിടെ ഞാൻ മനുഷ്യനെ കയറ്റി വയ്ക്കത്തില്ല. ഞാൻ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ മൈ റിലേഷൻ ബിക്കംസ് പ്യുവർ ആൻഡ് ഐ ബിക്കം ലൈക്ക് my heavenly father and I reach the purity of my heavenly father. അതാണ് വളർച്ച എന്ന് പറയുന്നത്. അടുത്തത്, ഞാൻ ജാതികളിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം ജാതികൾ ആശ്രയം വെക്കുന്നത് അവരിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ പൂർണ്ണമായ ആശ്രയം, പ്യുവർ ട്രസ്റ്റ്, ദാറ്റ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതൊരു വ്യത്യസ്തമായ ജീവിതമാണ്. ഇതൊരു കോൺസിക്രേറ്റഡ് ലൈഫാണ്. ഇതൊരു ശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ്. ഇതൊരു വേർപെട്ട ജീവിതമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന് ആത്യന്തികമായി നമ്മെ സ്വർഗീയ പിതാവിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനുമുള്ള വഴി, ആ സൽഗുണപൂർത്തിയിലേക്ക് നയിക്കുന്നതിനുള്ള വഴി ഇതാണ് വാസ്തവത്തിൽ കർത്താവ് പ്രായോഗികമായി എങ്ങനെ നമ്മിൽ കർത്താവ് പകർന്നിരിക്കുന്ന നിത്യജീവൻ പ്രയോഗത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ആ പ്രായോഗിക ജീവിതത്തിൻ്റെ ഉപദേശമാണ് വാസ്തവത്തിൽ നമ്മളിവിടെ കാണുന്നത്, ഗിരിപ്രഭാഷണത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു വ്യത്യസ്തമായ സരണിയിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടേണ്ടതിന് എന്താണ്? ആത്യന്തികമായി നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആ ലക്ഷ്യത്തിലേക്ക് വളരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഭൂമിയിൽ ഭൗമികരായി ജീവിച്ചിരുന്നപ്പോൾ വീണ്ടും ജനനത്താൽ ഞങ്ങളിലേക്ക് പകർന്ന ആത്മാവിൻ്റെ ജീവനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു എയർപ്ലെയിൻ പറപ്പിക്കാൻ യന്ത്രം ഉപയോഗിക്കുന്നത് പോലെ ഞങ്ങളെ ഉയരത്തിലേക്ക് പറത്തുവാൻ ഇനി ഒരു യന്ത്രം ആവശ്യമില്ല. ഞങ്ങളൊരു കോഴിക്കുഞ്ഞിനെ പോലെ താഴെ കൈകാലുകളിട്ടടിച്ച് കർത്താവെ സ്ക്രാച്ച് ചെയ്ത പുഴുക്കളെ തിന്ന് ജീവിക്കേണ്ടവരല്ല. വി ആർ ബോൺ അഗെയിൻ, വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, വി ആർ ബോൺ ടു ഫ്ലൈ. ഉയരത്തിലേക്ക് പറക്കാനുള്ള ശക്തി ഞങ്ങളിലുണ്ട്. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വി ആർ ബ്ലെസ്സഡ് പീപ്പിൾ, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ours. Even when we are persecuted, we are blessed people because our reward is big in heaven. ഉപദ്രവിക്കപ്പെടുമ്പോഴും കർത്താവെ ദുഷിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും ഞങ്ങൾ അനുഗ്രഹീതരാണ്. ആ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അനുഗ്രഹവുമായി ശപിക്കപ്പെട്ടവരുടെ ലോകത്തിലേക്കും ഞങ്ങളെ ശപിക്കുന്നവരുടെ ലോകത്തിലേക്കും ഇറങ്ങിച്ചെല്ലാനാണ്.
ഉപദ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ ഭൂമിയുടെ ഉപ്പായി അവരെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി, അവരെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തിന് ഭൂമിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തോ അത് ചെയ്യാനായിട്ട് നീ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ അതുപോലെ അവരുടെ മധ്യത്തിൽ നിന്നെപ്പോലെ ജീവിച്ചുകൊണ്ട് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഘോഷണത്തിൻ്റെ ആ വലിയ മഹിമ ഞങ്ങളെ മനസ്സിലാക്കണമേ കർത്താവേ. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷ്യം നീ വെച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലെത്തുക, വിശുദ്ധിയിലെത്തുക എന്നുള്ളതാണ്. അത് ലോക മനുഷ്യർക്ക് പറ്റത്തില്ല, ഞങ്ങൾക്കത് കഴിയും. കാരണം വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനും പിതാവിനെ പോലെ വിശുദ്ധരാകുവാനും ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ ഏക കാരണം ഞങ്ങളിൽ നീ പകർന്ന നിത്യജീവൻ്റെ ആ വലിയ ഞങ്ങളെ ആക്കി തീർത്ത പുതിയ സൃഷ്ടിയാണ്, ആ ജനനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർത്താവേ. അങ്ങനെ സ്വന്തം ശക്തിയിലൂന്നി അല്ല കർത്താവെ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നിയമത്തിൻ്റെ പുറംതോടുകളിൽ അതനുസരിക്കുന്നുവെന്ന് ആശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ആഴത്തിൽ, അന്തരാത്മാവിൽ ഞങ്ങളുടെ മോട്ടിവേഷൻ്റെ എല്ലാം ഏറ്റവും പുറകിൽ യാതൊരു രീതിയിലുള്ള മാലിന്യവും കന്മഷവുമില്ലാതെ ഒരു കംപ്ലീറ്റ് ക്ലെൻസിങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പാപം മോചിക്കപ്പെട്ടവർ മാത്രമല്ല, പാപം ശുദ്ധീകരിക്കപ്പെട്ടവരുമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകണമേ. അങ്ങനെയുള്ളൊരു ശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഭക്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയല്ല, ഒരു പ്യുവർ റിലേഷൻഷിപ്പിലേക്ക്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് മാത്രമല്ല, പ്യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ലോർഡ്, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവുമായിട്ട് രഹസ്യത്തിൽ, ആരെയും കാണിക്കാനല്ല, ആ രഹസ്യ ബന്ധം കർത്താവെ, നീയുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസിയിൽ നിന്നെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ആഴമുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയനിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾ പരീക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാണ്, ശാസ്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തരാണ്, ഞങ്ങൾ ജാതികളിൽ നിന്ന് വ്യത്യസ്തരായ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാ വറീസിൽ നിന്ന് ഞങ്ങളെ വിട്ടുവിക്കണമേ. ഒരു പ്യുവർ ട്രസ്റ്റ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ നിക്ഷേപം എപ്പോഴും സ്വർഗത്തിലായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്കൊരു സിംഗിളായി തരണമേ കർത്താവേ. ഡിസ്റ്റോർട്ടഡ് ആണ് ഞങ്ങളുടെ കണ്ണ്, നിങ്ങൾ പലപ്പോഴും സമ്മതിക്കുന്നു കർത്താവേ. ഇടയ്ക്കൊക്കെ ഭൂമിയിലേക്ക് നോക്കിപ്പോകുന്ന ഞങ്ങളുടെ തെറ്റുകളെ നീ ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് ഞങ്ങളുടെ ഹൃദയം ഇരിക്കും, അവിടെ ആയിരിക്കും ഞങ്ങളുടെ കണ്ണുകൾ എന്നുള്ള തിരിച്ചറിവ് നൽകണമേ. ഹല്ലേലൂയ. നിൻ മാത്രം ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ തന്നെ പഠിക്കുന്നവരായിട്ട്, ഞങ്ങളുടെ കണ്ണിൽ ഒരു കോല് വെച്ചിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാനല്ല, പ്രത്യുത കർത്താവെ, ഞങ്ങളുടെ കണ്ണിലെ കോലൊക്കെ മാറ്റി ഒരു ദൃശ്യം, നല്ല ഒരു ചൊവ്വുള്ള ഒരു കണ്ണ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുമോ അതിലുപരി മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും അതിൻ്റെ ആഴത്തിൽ അതിനെ നിവർത്തിപ്പാൻ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണം. കാര്യം ഞങ്ങൾക്കറിയാം നീ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണെന്ന്. ഞങ്ങളുടെ ജീവിതം നിനക്കൊരു സുഗ്രാഹ്യ വാസനയാക്കണമേ കർത്താവെ. നിന്നോട് യാചിക്കുന്നത് ഞങ്ങളുടെ നീഡ്സാണ്, അല്ലാതെ ഗ്രീഡ്സ് അല്ല നിങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നൽകുന്ന കർത്താവെ, ഞങ്ങൾ നിന്നോട് നിന്റെ ആത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കിനായി അപേക്ഷിക്കുക കർത്താവെ. ഞങ്ങൾ നിന്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ നിന്റെ ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിൽ, സ്വർഗസപിതാവിൻ്റെ വിശുദ്ധിയിൽ ഞങ്ങളും വിശുദ്ധരാകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.